പ്രിയ കുട്ടികളെയും എല്ലാവർക്കും 20ാമത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ക്ലാസ്സിൽ ഞാൻ രണ്ടാമത്തെ അധ്യായം, അതായത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന അധ്യായം തുടങ്ങിയാണ്. രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ഇയർ മാത്തമാറ്റിക്സിൽ ഏറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ചാപ്റ്ററാണിത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണിത്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഇനി വരുന്ന അധ്യായങ്ങൾ, അതായത് ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ തുടങ്ങിയ അധ്യായങ്ങൾ ധാരാളം വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിലെ ഫോർമുലകൾ, ഞാൻ പഠിപ്പിക്കുന്ന ഫോർമുലകൾ, അതായത് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതൊക്കെ നന്നായിട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രോബ്ലംസ് വളരെ അനായാസം നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് പ്രോപ്പർട്ടീസ് ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പഠിക്കുന്നവർക്ക് മാത്രമേ പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുപോലെ തന്നെ +1 നിങ്ങൾ പഠിച്ച ട്രിഗണോമെട്രിക് ഫങ്ഷൻസിന്റെ ഡൊമൈനുകളും റേഞ്ചുകളും ഓർക്കുന്നുണ്ടോ? അത് പഠിക്കാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഒന്നും പഠിക്കാൻ പറ്റില്ല. +1 പഠിച്ച ട്രിഗണോമെട്രി എന്ന അധ്യായത്തിലെ 6 ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ആ 6 എണ്ണത്തിന്റെയും ഡൊമൈനുകളും റേഞ്ചുകളും പഠിക്കണം. അതുപോലെ നമ്മൾ ഈ വർഷം തുടക്കത്തിൽ ഈ അധ്യായം കഴിഞ്ഞ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പഠിച്ചു. പലതരം ഫങ്ഷൻസ് പഠിച്ചിട്ട് 1 and 1 ഫങ്ഷൻസ്, അല്ലെ, ബൈജക്റ്റീവ് ഫങ്ഷൻസ്, പിന്നെ അതുപോലെ തന്നെ ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ്, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഫങ്ഷൻസ്, ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ്, ഇവയൊക്കെ നന്നായിട്ട് പഠിച്ചവർക്ക് ഈ ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആവും. പ്രോബ്ലം ചെയ്യാനാണ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഏതാനും ഫോർമുലകൾ പഠിച്ചാൽ മതി, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഇതിന്റെ ആശയം പിടികിട്ടണമെങ്കിൽ നമുക്ക് ഈ ഫങ്ഷൻസിന്റെ 1 and 1 ഫങ്ഷൻസ്, ബൈജക്റ്റീവ് ഫങ്ഷൻസ്, അതുപോലെ ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ്, ഇതെല്ലാം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ അതൊക്കെ അറിയാവുന്നവർ അവർക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്തായാലും നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് വരാം. ചാപ്റ്ററിന്റെ പേര് തന്നെ എന്താണ്? ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. അപ്പം +1 പഠിച്ച ട്രിഗണോമെട്രിക് ഫങ്ഷൻസിന്റെ തുടർച്ചയാണെന്ന് അർത്ഥം. +1 നമ്മൾ പലതരം ഫങ്ഷൻസ് പഠിച്ചിട്ടില്ലായിരുന്നു. ഓൾജിബ്രൈക് ഫങ്ഷൻസ്, റാഷണൽ ഫങ്ഷൻസ്, അങ്ങനെ കുറെ പഠിച്ചു. അതുപോലെ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന പേരോടുകൂടി തന്നെ പഠിച്ചു, അല്ലേ? അത് ഫങ്ഷൻസ് തന്നെയാണ്, ഫങ്ഷൻസിന്റെ ആപ്ലിക്കേഷൻസ്. അന്നേരം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഈ ഫങ്ഷൻസ് ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. നിങ്ങൾ എവിടെയൊക്കെ മാത്തമാറ്റിക്സ് പഠിക്കുന്നോ, ഏതെല്ലാം ഫീൽഡിൽ എവിടെയൊക്കെ പഠിക്കുന്ന മാത്തമാറ്റിക്സ്, അവിടെയൊക്കെ ഈ ഫങ്ഷൻസ് നിങ്ങളുടെ പുറകെ ഉണ്ടായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് പഠിച്ചു, അല്ലെ? അപ്പൊ ഈ വർഷം തന്നെ ഫങ്ഷൻസിന്റെ തുടർച്ച പഠിച്ചു. അപ്പം ട്രിഗണോമെട്രിക് ഫങ്ഷൻസിന്റെ നേരെ വിപരീതമാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻ ഉണ്ട്. ഇൻവേഴ്സ് ഫങ്ഷൻസ് നമ്മൾ പഠിച്ചില്ലേ? കഴിഞ്ഞ ചാപ്റ്ററിൽ ഞാൻ പഠിപ്പിച്ചതേ ഉള്ളൂ. ഈ ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ്, എങ്ങനെയുള്ള ഫംഗ്ഷനുകളുടെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഫംഗ്ഷൻസ് മാത്രമേ ഇൻവേർട്ടിബിൾ ആയിട്ടുള്ളൂ, 1 1 അല്ലെങ്കിൽ ബൈജക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻസിന് മാത്രമേ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. നിങ്ങൾ പഠിപ്പിച്ചു, അല്ലെ? ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും? അപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ നേരെ വിപരീതമാണ് എന്ത്? ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പഠിച്ചു, 6 എണ്ണം പഠിച്ചു. ഈ 6 എണ്ണത്തിനെ നേരെ റിവേഴ്സ് ചെയ്യാണ്, നേരെ തിരിച്ചിടുക. അപ്പോൾ കിട്ടുന്ന ഫംഗ്ഷൻസിനാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. അതാണ് ഞാൻ പറഞ്ഞത്, ഫംഗ്ഷന്റെ ഇൻവേഴ്സിനെ പറ്റി ഐഡിയ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇത് പുതിയൊരു വിഭാഗം ഫംഗ്ഷൻസ് ആണ്, ഇത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. നിങ്ങൾ +1 പഠിച്ച 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഏതാണ്? സൈൻ ഫംഗ്ഷൻ, അല്ലെ? ചുരുക്കി നമ്മൾ SI എന്നല്ലേ ഡിനോട്ട് ചെയ്യുന്നു. സൈൻ ഫംഗ്ഷൻ ആണ്, അല്ലെ? sin x = y എന്ന്, അല്ലെങ്കിൽ fx = sin x എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ ഫംഗ്ഷൻ പഠിച്ചു. പിന്നെ ഏതൊക്കെയാ പഠിച്ചത്? ഓർത്ത് നോക്കി. കോസ് ഫംഗ്ഷൻ, അല്ലെ? ടാൻ ഫംഗ്ഷൻ, പിന്നെ കോട്ട് ഫംഗ്ഷൻ, സീക്ക് ഫംഗ്ഷൻ, കൊസീക്ക് ഫംഗ്ഷൻ, അങ്ങനെ 6 തരം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ഈ 6 എണ്ണത്തിന്റെയും ഇൻവേഴ്സ് ഫംഗ്ഷൻസിനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ്. നമുക്ക് 6 എണ്ണം മുഴുവനായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നില്ല. ഞാൻ ഒരെണ്ണം സൈൻ ഫംഗ്ഷന്റെ മാത്രം ഇൻവേഴ്സിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കാം. അതിനുശേഷം അതുപോലെ ബാക്കിയുള്ള ഫംഗ്ഷൻസിന്റെ ഇൻവേഴ്സ്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് സൈൻ ഫംഗ്ഷൻ എന്ന് ഓർത്ത് നോക്കിയേ. ഒത്തിരി കാലമൊന്നും ആയിട്ടില്ല നമ്മൾ പഠിച്ചിട്ട്. സൈൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സൈൻ, ഇപ്പൊ നമ്മൾ സാധാരണ ഫംഗ്ഷന് F തന്നെ ഡിനോട്ട്. സൈൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സൈൻ ഇതാണ്. ഇപ്പൊ കഴിഞ്ഞ സ്റ്റാർ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ട് സ്റ്റാർ ഫ്രം, ഇപ്പൊ എപ്പോഴും F എന്ന് ഡിനോട്ട് ചെയ്യണം നിർബന്ധമില്ല കേട്ടോ. അപ്പൊ ഇവിടെ സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്, അല്ലെ? ഇപ്പൊ ഞാൻ F എന്ന് പറയുന്നത് സൈൻ ഇടുക. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഹൂസ് ഡൊമൈൻ എന്താണ്? ഓർത്ത് നോക്കുക.
ഒന്ന് റിവിഷൻ കൂടി ആയിക്കോട്ടെ പരീക്ഷയ്ക്ക് പ്ലസ് 1 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഇസ് എ ഫംഗ്ഷൻ ഹൂസ് ഡൊമൈൻ ഈസ് ആർ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് അല്ലേ അല്ലേ. ടു ഒരു കോഡൊമൈൻ എന്തായിരുന്നു? ക്ലോസ്ഡ് ഇന്റർവൽ -1 അല്ലെങ്കിൽ റേഞ്ച് കോഡൊമൈൻ സെയിം തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സൈൻ ഈസ് ഡിഫൈൻഡ് ആസ് എ ഫംഗ്ഷൻ whose domain is the set of real numbers and whose codomain or codomain range same ആയിട്ട് എടുക്കണം. is closed interval -1 and defined by sin of x. x എന്നുള്ള ഒരു റിയൽ നമ്പർ ആണ്. is equal to some y എന്ന് എടുക്കുക. ജനറൽ ആയിട്ട് പറയാണ് where x belongs to r. അതായത് സൈനിന്റെ അറ്റത്ത് ഏത് റിയൽ നമ്പർ വേണേലും കൊടുക്കാം. ഇതൊരു ആംഗിൾ ആണ്. ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ അറ്റത്ത് വരുന്നത് ആംഗിളാണ്. റേഡിയനിലോ ഡിഗ്രിയിലോ കൊടുക്കും. സാധാരണ നമ്മള് റേഡിയനിലോ കൊടുക്കുന്നത്. അവിടെ എക്സ് റിയൽ നമ്പർ നമ്മൾ റേഡിയനിലാണ് കൊടുക്കുന്നത് കേട്ടോ. റേഡിയനിലാണ് സാധാരണ കൊടുക്കാറുള്ളത്. അപ്പൊ എക്സ് ബിലോങ്സ് ടു ആർ ഇനി റിയൽ നമ്പറാണ്. ഏത് റിയൽ നമ്പറും സൈൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം അല്ലെ. ഏതൊരു റിയൽ നമ്പറും സൈനിന്റെ അറ്റത്ത് ചേരും. പക്ഷെ കൊടുക്കുമ്പോൾ കിട്ടുന്ന മൊത്തം വില എന്ന് പറയുന്നതായിരിക്കും y എന്ന് പറയുന്നതായിരിക്കും -1 മുതൽ +1 വരെയുള്ള ഒരു റിയൽ നമ്പറേ കിട്ടുള്ളൂ. അല്ലാണ്ട് എല്ലാ റിയൽ നമ്പറും ആൻസർ ആയിട്ട് കിട്ടില്ല. സൈൻ എക്സിനകത്ത് എക്സിന് ഏത് വേണമെങ്കിലും കൊടുക്കാം, ഏത് റിയൽ നമ്പർ കൊടുക്കാം. പക്ഷെ കിട്ടുന്ന സൈൻ എക്സിന്റെ വില എന്ന് പറയുന്നത് -1 മുതൽ +1 വരെ എന്ന് ഞാൻ വളരെ വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ ബാക്കി 5 എണ്ണത്തിനെയും പഠിപ്പിച്ചിട്ടുണ്ടോ. ഇതാണ് സൈൻ ഫംഗ്ഷന്റെ നിർവചനം. സൈൻ ഫംഗ്ഷൻ +1 പഠിച്ച സൈൻ ഫംഗ്ഷന്റെ നിർവചനം. ഇനി നമുക്ക് ഇതിനെ റിവേഴ്സ് ചെയ്യാൻ പോകും. റിവേഴ്സ് പറയുമ്പോൾ ഏതായിരിക്കും? ഇപ്പൊ എഫ് എന്ന് പറയുന്നത് നമ്മൾ ഞാൻ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. എഫ് എന്നുള്ള എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു 1 ആൻഡ് 1 ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്ന റിവേഴ്സ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ജി എന്ന് പറയുന്നത് എവിടെ നിന്നോട്ടാ? ബിയിൽ നിന്നും എയിലേക്ക് ആയിരിക്കണമല്ലോ അല്ലെ. അപ്പൊ എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ പറഞ്ഞു. അത് എഫ് എന്നുള്ള ഫംഗ്ഷൻ 1 1 ആണെങ്കിൽ മാത്രമേ എഫിന്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഉണ്ടെങ്കിൽ അത് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? തിരിച്ച് ബിയിൽ നിന്നും എയിലേക്ക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സൈൻ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ആയ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇങ്ങനെ ഡിനോട്ട് ചെയ്യണം. സൈൻ ഇൻവേഴ്സ്. ഇത് സൈൻ റേസ് -1 എന്നല്ല വായിക്കണം. സൈൻ ഇൻവേഴ്സ് എന്ന് വായിക്കും. നമ്മളിവിടെ എഫ് ഇൻവേഴ്സ് എന്ന് വായിക്കില്ലേ, അതുപോലെ ഇതിന് സൈൻ ഇൻവേഴ്സ് എന്ന് വായിക്കും. ഈ സൈൻ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? 1 1 ആയിരിക്കണ്ടേ. അപ്പൊ സൈൻ ഫംഗ്ഷൻ കേട്ടോ എഫ് 1 1 ആണെങ്കിൽ മാത്രമേ എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ സൈൻ ഫംഗ്ഷൻ 1 ആയിരിക്കണം, 1 ആയിരിക്കണം. മനസ്സിലായല്ലോ. എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എഫ് എന്ന ഫംഗ്ഷൻ 1 1 ആയിരിക്കണം. അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ സൈൻ ഫംഗ്ഷൻ 1 1 ആയിരിക്കും. ഇത് നോക്കുക, ഈ സൈൻ ഫംഗ്ഷൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലേ ഇത് 1 1 ആണോ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. 1 എന്ന് പറഞ്ഞാൽ അർത്ഥം ഡൊമൈനകത്തുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള എലമെന്റുകൾക്ക് കോഡൊമൈനകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇമേജുകൾ വേണം. ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും? ഡൊമൈനകത്തുള്ള ഡിസ്റ്റിങ് എലമെന്റ്സിന് കോഡൊമൈനകത്ത് ഡിസ്റ്റിങ് ഇമേജസ് വേണമല്ലോ. ഇവിടെ നോക്കിയിട്ട് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 6 എല്ലാ റിയൽ നമ്പേഴ്സിനും. ഇതിനകത്ത് ഡിസ്റ്റിങ് റിയൽ നമ്പേഴ്സിന് ഡിസ്റ്റിങ് ഇമേജസ് ആണ് വരുന്നത്. ഇല്ല, നിങ്ങൾക്കറിയാമല്ലോ. ഒന്ന് കുറെ ആംഗിൾസ് ഒരേ ആൻസർ കിട്ടാൻ പാടില്ലേ? അതിനെ കിട്ടാലോ. +1 പഠിച്ച് നമ്മൾ ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് സോൾവ് ചെയ്തപ്പോൾ കണ്ടായിരുന്നു കേട്ടോ. ഒന്നിലധികം കുറെ ആംഗിൾസ് ഒരേ വാല്യൂ കിട്ടാം. അപ്പൊ sin x = 1 എന്ന് പറഞ്ഞാൽ ഈ sin x = 1 എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ചത് sin 90 അല്ലെങ്കിൽ π/2 അല്ലെ. sin π/2 റേഡിയനിൽ പറഞ്ഞ sin π/2 ആണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. പക്ഷെ നമ്മൾ +1 പഠിച്ചാലല്ലോ sin x = 1 എന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്ത് എന്താ x = നമ്മൾ എങ്ങനെ എഴുതുന്നു? 1 ഉള്ളതിന് നമുക്ക് sin π/2 എന്ന് എഴുതാം. അപ്പൊ sin x = sin α ആണെങ്കിൽ എന്താ? x = n π + -1 raised to n into α എന്നൊക്കെ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നുള്ളൂ അല്ലെ. sin x = sin α ആണെങ്കിൽ x = n π + -1 raised to n into α. ഇതിനകത്ത് എത്ര വാല്യൂ ഉണ്ട് എക്സിന്? എന്നിന്റെ വാല്യൂ മാറുന്നതോടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? എന്നിന്റെ വാല്യൂ n 0 കൊടുത്താൽ നമുക്ക് π/2 ഇടും. അതിന് 1 കൊടുത്താൽ 2 കൊടുത്താൽ -1 കൊടുക്കാം, -2 കൊടുക്കാം. അപ്പൊ എന്നിന്റെ വില മാറുന്നതോടെ എക്സിന്റെ വില മാറില്ല. അപ്പം കുറെ ആംഗിൾസിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആംഗിൾസിന് ഒരു 1 കിട്ടാം, ഫലം 1 കിട്ടാം കേട്ടോ. sin x = 1 ആവുന്ന എക്സിന് ഒരു വാല്യൂ ഉള്ളോ? π/2 മാത്രമേ ഉള്ളൂ. അല്ല, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ട്. അപ്പൊ പിന്നെ എന്താ ഇത് 1 1 ആയിരിക്കുമോ? അല്ലല്ലോ. കാരണം ഇതിനകത്ത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഇതിനകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആംഗിൾസിന് ഒരേ ആൻസർ കിട്ടാം. ഏത് കോഡൊമൈനകത്ത് -1 മുതൽ +1 വരെയുള്ള കോഡൊമൈനകത്ത് ഒരേ ഒരു വാല്യൂ കിട്ടുന്ന അനേകം ആംഗിൾസ് ഉണ്ടാകാം. അപ്പൊ ഇത് 1 1 ആണ്. ഇറ്റ് ഈസ് മെനി 1. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ എന്തായിരിക്കും? സൈൻ ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. 1 1 അല്ല അല്ലെ, 1 ആയിരിക്കും. കാരണം ഇതിനകത്ത് തിരിച്ചു വിടുന്നത് ഇതിനകത്ത് ഏതൊരു റിയൽ നമ്പറും അതിനൊക്കെ പ്രീമേജ് ഉണ്ടാവും. പക്ഷെ ഇത് 1 1 അല്ല എന്ന കാരണത്താൽ സൈൻ ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. In this case, if we take the domain as R,
if we take the domain as capital R. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാവോ, ഈ സൈനിന്റെ ഇൻവേഴ്സ് തന്നെ എക്സിസ്റ്റ് ചെയ്യിപ്പിക്കണമല്ലോ. അപ്പൊ നമ്മൾ ഇതിനെ 1 ആക്കി മാറ്റാൻ പോവുകയാണ്. നമ്മുടെ ഈ സൈൻ ഫംഗ്ഷൻ ഉണ്ടല്ലോ ഒന്ന് 1 ആക്കി മാറ്റാൻ ട്രൈ ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഡൊമൈൻ ഉണ്ട് മൊത്തം 6 എടുക്കാതെ എന്താ ചെയ്യുന്നറിയോ, ഒരു ഇങ്ങനെ എടുക്കണം. സൈനിന്റെ ഡൊമൈൻ മൊത്തം റിയൽ നമ്പേഴ്സ് എടുക്കാതെ ക്ലോസ്ഡ് ഇന്റർവൽ -π/2 +π/2 എന്നുള്ള ക്ലോസ്ഡ് ഇന്റർവെല്ലിലേക്ക് സെന്റർ മോസ്റ്റ് ആണ്. സെന്റർ റിയൽ നമ്പേഴ്സ് പറയുമ്പോൾ -∞ to +∞ ആണല്ലോ സെന്റർ റിയൽ നമ്പേഴ്സ് പറയുന്നത്. ഇത് സെന്റർ മോസ്റ്റ്. അപ്പൊ ഈ സെന്റർ മോസ്റ്റിലുള്ള ഒരു ഇന്റർവെൽ എടുക്കുക, റെഡ്യൂസ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യണം. മൊത്തം റിയൽ നമ്പേഴ്സ് ഡൊമൈൻ ആയിട്ട് സ്വീകരിക്കാതെ നമ്മൾ സൈൻ ഫംഗ്ഷന്റെ ഡൊമൈനെ നമ്മൾ ഇതിലേക്ക് റെസ്ട്രിക്ട് ചെയ്യുന്നു, പരിമിതപ്പെടുത്തുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? പരിമിതപ്പെടുത്തുന്നു. എന്നിട്ട് കോഡൊമൈൻ മാറ്റില്ല, കോഡൊമൈൻ സെയിം തന്നെയാണോ, പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ എടുത്താൽ എന്താ ഗുണം എന്നറിയാവോ, ഈ സൈൻ ഫംഗ്ഷൻ ഇതിനകത്ത് ഈ ക്ലോസ് ഇന്റർവെല്ലില് ഓരോ ആംഗിളിനും ഒരു വാല്യൂ മാത്രമുണ്ട്. ഡിസ്റ്റിങ്ക്ട് ആംഗിൾസിനെയും ഡിസ്റ്റിങ്ക്ട് ഇമേജസേ കിട്ടുള്ളൂ. ഇതുപോലെ ഡൊമൈൻ നമ്മൾ റെസ്ട്രിക്ട് ചെയ്താൽ മൊത്തം ഇതുപോലെ എടുത്താൽ പറ്റില്ല, അനേകം ആംഗിൾസ് ഒരേ വാല്യൂ കിട്ടും. അപ്പൊ 1 അല്ല, അപ്പൊ അത് ഇൻവെർട്ടിബിൾ അല്ല. അപ്പൊ ഇൻവെർട്ടിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സൈൻ ഫംഗ്ഷന്റെ ഡൊമൈനെ നമ്മൾ ഇതിലേക്ക് പരിമിതപ്പെടുത്തുന്നു. ഇതിലേക്ക് ക്ലോസ് ഇന്റർവൽ -π/2 +π/2 എന്ന ആ ഇന്റർവെല്ലിലേക്ക് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നു. ഇൻ ദിസ് കേസ് ഇങ്ങനെ എടുക്കുകയാണ്. ഈ കേസിൽ സൈൻ ഫംഗ്ഷൻ ഈസ് ഇൻവെർട്ടിബിൾ. എങ്ങനെ, ഏത് കേസിലാണ് നമ്മൾ ഡൊമൈനെ ഇതുപോലെ റെസ്ട്രിക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തുള്ള ഡിസ്റ്റിങ്ക്ട് ആംഗിൾസിന് ഡിസ്റ്റിങ്ക്ട് റിയൽ നമ്പേഴ്സേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ then sin inverse is defined as 1 കൊണ്ടുപോയാലോ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കൊണ്ടുപോയാലും നേരത്തെ കൊണ്ട് തന്നെയായിരുന്നു. 1 അല്ലാതെ നമ്മൾ 1 ആക്കാൻ വേണ്ടി ഡൊമൈനെ റെസ്ട്രിക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? then sin inverse is defined as a function തിരിച്ചാ from close interval -1 to 1 to close interval -π/2 to +π/2. കണ്ടോ, തിരിച്ചാണ്. ഇവിടെ ഇങ്ങോട്ടാ, ബി എയിലേക്കല്ലേ. 1 ആയിട്ട് ആയതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഫംഗ്ഷൻ, പുതിയൊരു ഫംഗ്ഷൻ ആണ്. ഫ്രം ക്ലോസ് ഇന്റർവൽ -1 to 1 to close interval -π/2 to +π/2 defined by sin inverse of x. So y x belongs to is equal to some y എടുക്കാം, where x belongs to closed interval -1 1. -1 മുതൽ +1 വരെയുള്ള ഏത് റിയൽ നമ്പർ ആണെങ്കിലും സൈൻ ഇൻവേഴ്സിന്റെ അറ്റത്ത് ചേരും. ഈക്വൽ y y എന്ന് പറയുന്നത് ഇതിനകത്തായിരിക്കും വരിക. ക്ലോസ് ഇന്റർവൽ -π/2 to +π/2. ഇതൊരു ആംഗിൾ അല്ലേ. അപ്പൊ നമുക്ക് ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, ഇത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ്. സൈൻ x y എന്ന് പറയുന്നത് ഇത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ആണ്. ഇത് നമുക്ക് വ്യത്യാസം. സൈൻ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ അറ്റത്ത് വരുന്നത് ആംഗിൾസ് ആണ്, കിട്ടുന്ന വാല്യൂ റിയൽ നമ്പർ ആണ്. എന്നാൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ അറ്റത്ത് വരുന്നത് എന്താ, ഒരു റിയൽ നമ്പർ ആണ്. -1 മുതൽ +1 വരെയുള്ള റിയൽ നമ്പർ അവിടെ കൊടുക്കുന്നത്. പക്ഷെ കിട്ടുന്നത് ഒരു ആംഗിൾ ആയിരിക്കും. -π/2 മുതൽ +π/2 വരെയുള്ള ഏതെങ്കിലും ഒരു ആംഗിൾ ആയിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് ഫലമായിട്ട് കിട്ടാൻ പോകുന്നത്. ഇതാണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ നിർവചനം. കാര്യം പിടികിട്ടോ? കഴിഞ്ഞ വർഷം പഠിച്ചതിന് തുടർച്ചയായിട്ടാണ് എടുക്കുന്നത് അല്ലേ. ഡൊമൈൻ മൊത്തമായിട്ട് എടുക്കാതെ ഡൊമൈനെ നമ്മൾ ക്ലോസ് ഇന്റർവൽ -π/2 +π/2 റെഡ്യൂസ് ചെയ്തു. കോഡൊമൈൻ റിമെയിൻസ് സെയിം, മാറ്റമില്ലാതെ നിൽക്കുന്നത്. എന്തിനാ അങ്ങനെ റെഡ്യൂസ് ചെയ്തത്, റെസ്ട്രിക്ട് ചെയ്തത്? ഇതിനെ 1 അതിന്റെ കൊണ്ടുവാക്കി മാറ്റാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ സൈൻ ഇൻവേഴ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഫംഗ്ഷൻ whose domain is closed interval -1 1 and whose codomain അല്ലെങ്കിൽ range is -π/2 to +π/2 defined by sin inverse of x equal to y, where x belongs to closed interval. ഇതിനകത്താ -1 1 ഒരു ഇവിടെ വരെയുള്ള ഏതെങ്കിലും റിയൽ നമ്പർ സൈൻ ഇൻവേഴ്സിന്റെ അറ്റത്ത് ചേരുവോളെന്ന് അർത്ഥം. ഏത് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റിയല്ല. സൈൻ ഇൻവേഴ്സിന്റെ അറ്റത്ത് -1 മുതൽ +1 വരെയുള്ള ഏതെങ്കിലും ഒരു റിയൽ നമ്പറെ അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും അല്ലാതെ 1 കൂടുതലോ -1 താഴെയുള്ള ഏതെങ്കിലും നമ്പറോട് കണ്ടാൽ നോട്ട് ഡിഫൈൻ ആണെന്ന് നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടുള്ള സൈൻ ഇൻവേഴ്സിന്റെ അറ്റത്ത് വരേണ്ടത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കാണാം. വരേണ്ടത് എന്തായിരിക്കും? -1 മുതൽ +1 വരെയുള്ള ഏത് വേണമെങ്കിലും കൊടുക്കാം. എത്രയുണ്ടോ? -1 മുതൽ +1 വരെയുള്ള എത്ര ഇൻഫിനിറ്റ് നമ്പർ ഉണ്ടോ? 0 ഒക്കെ കിടപ്പുണ്ട് അതിനകത്ത്. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ കിട്ടുന്ന ആംഗിൾ എന്താ? കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് -π/2 മുതൽ +π/2 വരെ ഏതെങ്കിലും ഒരു ആംഗിളെ കിട്ടാവൂ. അല്ലാണ്ട് π/2 കൂടുതൽ കിട്ടാൻ പാടില്ല, 90 ഡിഗ്രി കൂടുതൽ കിട്ടാൻ പാടില്ല. -π/2 -90 താഴെ കിട്ടാൻ പാടില്ല. -90 മുതൽ +1 വരെ റേഡിയൻ നമ്മൾ സാധാരണ റേഡിയൻ ഇനി പോലെ പഠിക്കുകയുള്ളൂ. -π/2 മുതൽ +π/2 ഉള്ള ഏതെങ്കിലും ഒരു ആംഗിളെ ഫലമായിട്ട് കിട്ടാവൂ എന്നർത്ഥം. ഇനി നമ്മൾ ഒരു സൈൻ ഫംഗ്ഷന്റെ ഡൊമൈനെ റെസ്ട്രിക്ട് ചെയ്തല്ലോ. ഈ
ഇപ്പൊ കിട്ടുന്ന സൈൻ ഇൻവേഴ്സിന്റെ കോഡോമൈൻ അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നതല്ലേ, ഈ റേഞ്ചിന് മറ്റേ ഇതിന്റെ റേഞ്ച് ആണല്ലോ ഇത്. അപ്പൊ സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്താ? ഇവിടെ എഴുതിയിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്താ? ക്ലോസ് ഇന്റർവൽ -1 ആണ്. റേഞ്ച് എന്താണ്? ക്ലോസ് ഇന്റർവൽ -5 to +5 ക്ലോസ് ഇന്റർവൽ ആണ്. ഈ റേഞ്ചിന് മറ്റൊരു പേരുണ്ട്. നമ്മൾ ഇതിനെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് അറിയപ്പെടുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയും. ഇതിന്റെ സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയും. ഏത്? ക്ലോസ് ഇന്റർവൽ -5 to +5 സൈൻ ഇൻവേഴ്സ് എന്ന ഫംഗ്ഷന്റെ പ്രിൻസിപ്പൽ വാല്യൂ കിടക്കുന്ന ബ്രാഞ്ച് എന്ന് പറയും. കാരണം എന്താ അറിയോ? ഇതുകൊണ്ട് നമ്മൾ പരിമിതപ്പെടുത്തിയല്ലേ. വേറെ പുറത്തായിട്ട് ആറിലെ ബാക്കി കിടപ്പില്ല, കുറെ ബ്രാഞ്ചുകൾ കിടപ്പുണ്ട്. ഇതിനകത്തൊക്കെ നമുക്ക് സൈൻ ഇൻവേഴ്സിന് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ സെന്ററിൽ കിടക്കുന്ന ബ്രാഞ്ച് അതേ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. ഈ ബ്രാഞ്ചിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയും. അപ്പൊ ഇതിനുള്ളിൽ സൈൻ ഇൻവേഴ്സിന് ഒരു വാല്യൂ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ഇന്റർവെലിനുള്ളിലെ സൈൻ ഇൻവേഴ്സിന് ഒറ്റ ആംഗിളേ കിട്ടുള്ളൂ. മനസ്സിലായല്ലോ? ആ ആംഗിളിന് പറയുന്ന പേരാണ് സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയും. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ചിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിന്റെ സെന്റർ മോസ്റ്റ് കിടക്കുന്നതാണ്. ആ ബ്രാഞ്ചിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അതിനുള്ളിൽ കിടക്കുന്ന സൈൻ ഇൻവേഴ്സിന് ഒരു വാല്യൂ ഉണ്ടാവും അല്ലേ? ആ വാല്യൂവിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയും. അപ്പം ഇതിൽ നിന്ന് പഠിച്ചു, സൈൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പഠിച്ചു, സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ പഠിച്ചു. ഇത് ഇപ്പൊ തന്നെ പഠിച്ചോളൂ കേട്ടോ. ക്ലോസ് ഇന്റർവൽ -1 ആണ് സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരു കഴിഞ്ഞ വർഷം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എക്സിന് കൊടുക്കാൻ പറ്റുന്ന വിലകൾ, എക്സിന്റെ വിലകൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന y വിലകളുടെ സെറ്റ്, അതിനാണല്ലോ നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ക്ലോസ് ഇന്റർവൽ -5 to +5 ആയിരിക്കും. ഇതിനുള്ളിൽ കിടക്കുന്ന സൈൻ ഇൻവേഴ്സിന് ഒരു വാല്യൂ ഉണ്ടാവും. അതിന് പറയുന്ന പേര് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ്. ഇതുപോലെ ബാക്കി 5 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ നമുക്ക് നിർവചിക്കാം. അത് മുഴുവൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നമുക്ക് അതിന്റെ ഞാനത് ടേബിളിലൂടെ വരച്ചിടാം. ടേബിളായിട്ട് 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ടല്ലോ. 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ടാവും. ഈ 6 എണ്ണത്തിന്റെയും ഡൊമൈനുകളും റേഞ്ചിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഞാനൊരു ടേബിൾ ആയിട്ട് നിങ്ങളെ വരച്ച് കാണിക്കാം. അത് കാണാതെ പഠിക്കണം കേട്ടോ. അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള. അത് ഞാനിപ്പോൾ തന്നെ പഠിപ്പിക്കാം. അത് ബൈ ഹാർട്ട് എഴുതിയും തന്നെയും പിന്നെ എഴുതി പഠിക്കുക. ഇത് കഴിഞ്ഞിട്ടുള്ള ഗൂഗിൾ മീറ്റിൽ ഞാൻ അത് ചോദിക്കുന്നതായിരിക്കും. ഈ ബോർഡിലേക്ക് ശ്രദ്ധിച്ചേ. ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് 6 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. 6 എണ്ണത്തിന്റെയും ഡൊമൈനുകളും റേഞ്ച് ഞാൻ ഇവിടെ എഴുതിയത്. കാണാതെ പഠിച്ചേ പറ്റൂ. ഇതുപോലെ +1 നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെ പഠിച്ചതല്ലേ. ഇത് ഇൻവേഴ്സിന്റെ ആണ് കേട്ടോ. 6 ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉണ്ട്. അത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ 6 ഞാൻ ക്രമത്തിൽ തന്നെ സൈൻ ഇൻവേഴ്സ് എക്സ് വായിക്കുന്ന സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, മറ്റേ സൈൻ കോസ് ടാൻ കോട്ട് സീക്ക് കോസിക്കുന്നില്ലേ. ആ ക്രമത്തിൽ ഇൻവേഴ്സ് ഞാൻ എഴുതുന്നുള്ളൂ. അതെങ്കിലും ക്രമത്തിൽ നിങ്ങൾ പഠിച്ചോളൂ. ഇതിന്റെ ഡൊമൈൻ പിന്നെ റേഞ്ചിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയും. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയാൻ സെന്റർ ഏതാണ്ട് 0 എടുക്കുന്നത്. എല്ലായ്പ്പോഴും കൃത്യം മിഡിലല്ല കേട്ടോ. ചിലപ്പോൾ അപ്പുറത്തേക്കൊക്കെ വേരി ചെയ്യാം. നോക്കിയോളൂ. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പഠിപ്പിച്ചു അല്ലെ. ക്ലോസ് ഇന്റർവൽ -1 എന്ന് പറഞ്ഞാൽ അർത്ഥം എക്സിന് കൊടുക്കാൻ പറ്റുന്ന വിലകൾ അല്ലേ. അത് പഠിച്ചോണം. റേഞ്ച് എന്ന് പറയുമ്പോൾ എക്സിന്റെ വിലകൾ ഇവിടെ മുതൽ ഇവിടെ വരെ ഏതായാലും കൊടുക്കുമ്പോൾ കിട്ടുന്ന വില എന്ന് പറയുന്നത് -5 മുതൽ +5 ഡിഗ്രിയിൽ പറയുകയാണെങ്കിലോ -90 ഡിഗ്രി മുതൽ +90 ഡിഗ്രി വരെ. അതാണ് സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഇനി അതുപോലെ കോസ് ഇൻവേഴ്സ് കാണാതെ പഠിക്കുക. ക്ലോസ് ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സിന്റെ തന്നെയാണ് കേട്ടോ. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. സെയിം തന്നെ സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ തന്നെയാണ് കോസ് ഇൻവേഴ്സിന്റെ കാര്യം. പക്ഷേ റേഞ്ചിന് വ്യത്യാസമുണ്ട്. ക്ലോസ് ഇന്റർ 0 എന്ന് പറഞ്ഞാൽ എന്താ? കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കാൻ പോവാ. കിട്ടുന്ന ആൻസർ 0 മുതൽ π വരെ വരാവുള്ളൂ. പൈക്ക് കൂടുതൽ 180 ഡിഗ്രി അല്ലെ പൈ കൂടുതൽ വരാൻ പാടില്ല. 0 താഴെ വരാൻ പാടില്ല. നെഗറ്റീവ് കിട്ടാൻ പാടില്ല ആൻസർ ആയിട്ട്. സൈൻ ഇൻവേഴ്സിന്റെ കാര്യത്തിൽ നെഗറ്റീവ് കിട്ടാം. -90 ഡിഗ്രി മുതൽ +90 ഡിഗ്രി വരെ വരാം. മനസ്സിലായല്ലോ? കോസ് ഇൻവേഴ്സിന്റെ കാര്യത്തിൽ 0 to π വരെ വരാവോളം നടത്തുന്നത്. അത് കാണാതെ പഠിച്ചോണം. അങ്ങനെ കിട്ടാവൂ. ടാൻ ഇൻവേഴ്സിന്റെ കാര്യം നോക്കി. ഇവിടെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 6 ആട്ടോ. ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ടാൻ ഇൻവേഴ്സിന്റെ അറ്റത്ത് ചേരും. ഇൻവേഴ്സ് ആണ് ഓർക്കുന്നത്, ടാനല്ല. ഇൻവേഴ്സ് ടാനിന്റെ കൂടുതൽ നോക്കി. ഞാൻ കഴിഞ്ഞ വർഷം ജസ്റ്റ് ഒന്ന് ഓർക്കുന്നുണ്ടോ അറിയാം. ടാൻ എക്സിന്റെ ഡൊമൈൻ ഏതായിരുന്നു? R ക്യാപിറ്റൽ R. എല്ലാ റിയൽ നമ്പേഴ്സും കൊടുക്കുമോ? പറ്റിയല്ല. പിന്നെ ഏതാ? π/2 ഓഡ് മൾട്ടിപ്പിൾസ് ചേരിയല്ല. അന്ന് ഞാൻ പഠിപ്പിച്ചായിരുന്നു അല്ലെ. അതുപോലെ ടാൻ ഇൻവേഴ്സിന്റെ ഇവിടെ ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്ന 6 ആണ്. ഏത് റിയൽ നമ്പർ വേണമെങ്കിൽ ടാൻ ഇൻവേഴ്സിന്റെ അറ്റത്ത് വരുന്നു. ഇവിടെ -1 മുതൽ +1 വരെ ഈ രണ്ടെണ്ണത്തിന് പറ്റുള്ളൂ. പക്ഷേ ടാൻ ഇൻവേഴ്സിന്റെ അറ്റത്തെ
എത്ര വലുതോ എത്ര ചെറുതോ വേണമെങ്കിലും വരാമെന്നർത്ഥം. എനി റിയൽ നമ്പർ ക്യാൻ ബി പുട്ട്. പക്ഷെ കിട്ടുന്ന ആംഗിൾ എക്സിന്റെ ഏത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ കിട്ടുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇന്റർവൽ -π/2 +π/2 ഉണ്ടാവും. വ്യത്യാസം മനസ്സിലാക്കി പഠിക്കണം. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റർവലാ. ഇവിടെ ഓപ്പൺ ഇന്റർവൽ. അപ്പൊ ഒന്നിനെ ഇവിടെ ഉത്തരം ഓർത്താൽ മതി കേട്ടോ. ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇവിടെ ക്ലോസ് ഇന്റർവൽ -π/2 +π/2 തെറ്റിപ്പോയത് ബ്രാക്കറ്റ് മാറിപ്പോയത്. ഇവിടെ ഓപ്പൺ ഇന്റർവൽ -π/2 +π/2 വരും. എന്ന് പറഞ്ഞാൽ -π/2 കിട്ടാൻ പാടില്ല, +π/2 ആൻസർ ആയിട്ട് കിട്ടാൻ പാടില്ല. -90° +90° ആൻസർ ആയിട്ട് കിട്ടാൻ പാടില്ലെന്ന്. അതിന് ഇടയിലുള്ള ഏത് ആംഗിൾ വേണമെങ്കിലും ഫലമായിട്ട് കിട്ടാം. മനസ്സിലായല്ലോ? ഈ കോട്ട് ഇൻവേഴ്സിന്റെ ഡൊമൈൻ ടാൻ ഇൻവേഴ്സിന്റെ തന്നെയല്ലേ? ഇവർക്ക് രണ്ടുപേർക്ക് സെയിം ഡൊമൈനാണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വിലകൾ കേട്ടോ. പക്ഷെ കൊടുക്കുമ്പോൾ കിട്ടുന്ന വില എന്താ നോക്കിയേ? ഇതിന്റെ ഓപ്പൺ ഇന്റർവൽ നോക്കിയേ, ഉണ്ടോ? ഓപ്പൺ ഇന്റർവൽ 0π ആണ്. ഇതിന്റെ ഓപ്പൺ ആണ് ഇത്, ഇതിന്റെ ഓപ്പൺ ആണ് ഇത്. അങ്ങനെ പഠിച്ചാൽ എളുപ്പമുണ്ടെന്ന്. ഇനി അടുത്ത സീക്ക് ഇൻവേഴ്സിന്റെ. അപ്പൊ ഇതിന്റെ ഡൊമൈൻ നോക്കി, ആദ്യം രണ്ടുപേരുടെ ഡൊമൈൻ സെയിം, പിന്നത്തെ രണ്ടുപേരുടെ ഡൊമൈൻ സെയിം. പിന്നെ സീക്ക് ഇൻവേഴ്സിന്റെ ഡൊമൈൻ നോക്കി, എക്സിന് കൊടുക്കാൻ പറ്റുന്ന R- എല്ലാ റിയൽ നമ്പേഴ്സും കൊടുക്കാൻ പറ്റില്ല. എന്താ -1 മുതൽ -1 +1 ഓപ്പൺ ഇന്റർവൽ നീക്കം കട്ട് ചെയ്ത് മാറ്റണം. പടം വരച്ചാൽ എങ്ങനെ അറിയോ? ഇതാണ് നമ്മുടെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് −∞ to +∞ ആണല്ലോ. ഇതിനകത്ത് ഇത് -1 ഇത് +1 ഇരിക്കട്ടെ. അപ്പൊ ഇത് സീക്ക് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? R- ഓപ്പൺ. അപ്പൊ എന്താ പറയുക, ഇതിനകത്ത് 1ഉം അതിന് മേലോട്ടും വരാം, -1ഉം അതിന് കീഴോട്ടും കൊടുക്കാം. പക്ഷെ ഇതിന് ഇടയിലുള്ള വാല്യൂ ഇത്രയും പാടും. -1നും +1നും ഇടയിലുള്ള വിലകൾ ഇതിനകത്ത് കൊടുക്കാൻ പാടില്ലെന്നാണ്. മനസ്സിലായോ? പടം വരച്ച് മനസ്സിലായോ? ഓപ്പൺ ഇന്റർവൽ -1 എന്ന് പറഞ്ഞാൽ -1നും +1നും ഇടയിലുള്ള വിലകൾ മാത്രം സീക്ക് ഇൻവേഴ്സിന്റെ അറ്റത്ത് കൊടുക്കാൻ പറ്റിയല്ല. വന്നു കഴിഞ്ഞാൽ നോട്ടിഫൈ ഇല്ല. 1ഉം അതിന് മേലോട്ടുള്ളതും കൊടുക്കാം, -1ഉം അതിന് കീഴോട്ടുള്ളതും ഇവിടെ ചേരും. കൊടുക്കുമ്പോൾ കിട്ടുന്ന വില എന്താണെന്ന് നോക്കി, ഏതാങ്കിളാണ് ക്ലോസ് ഇന്റർവൽ 0π മൊത്തം വരികയില്ല. അതിനകത്ത് ഒരു ആംഗിൾ ഉണ്ട്, π/2 90° എന്നുള്ള ആംഗിൾ നീക്കം ചെയ്തതാണ്. കാരണം ഇതിനിടയിൽ വരുന്നല്ലേ π/2 എന്ന് പറയുന്നത് അല്ലേ? 0 to π എന്നുള്ള ഇടയ്ക്ക് വരുന്ന ഒരു ആംഗിൾ ആണല്ലോ. അത് മാത്രം വരാൻ പാടില്ല. ബാക്കി 0π ബാക്കി ഏത് ആംഗിൾ വേണമെങ്കിലും ഫലമായിട്ട് കിട്ടാം. മനസ്സിലായല്ലോ? അതങ്ങനെ പഠിച്ചോണം. കാണാതെ എങ്ങനെ പഠിക്കുന്നില്ല, എങ്ങനെ ഇത് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല, കാണാതെ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ തന്നെ കൊസീക്ക് ഇൻവേഴ്സിൽ നോക്കിയേ, ഡൊമൈൻ രണ്ട് സെയിം അല്ലേ? R- ഓപ്പൺ ഇന്റർവൽ -1 കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് തുറന്ന് ക്ലോസ് ഇന്റർവൽ -π/2 +π/2 0 ഇടയ്ക്ക് 0 ഇടണം. 0 വരാൻ പാടില്ലെന്ന് നമ്മൾ പഠിക്കാന്നുള്ളതേ ഉള്ളൂ. ഇത് ഇങ്ങനെ താരതമ്യം ചെയ്ത് പഠിച്ചാൽ നിങ്ങൾ സ്വയം ടെക്നിക്ക് എങ്ങനെയായിരുന്നു എഴുതി പഠിച്ച് നന്ന വെള്ളം പോലെ പഠിച്ചിരിക്കണം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വൃത്തിയായിട്ട് ടേബിൾ വരച്ച് കാണാതെ പഠിച്ചോളൂ. ഇനിയും നമുക്ക് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഗ്രാഫുകളെ കുറിച്ചൊന്ന് പഠിക്കാം. ഗ്രാഫുകളെ +1 പഠിച്ചില്ലേ? ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഗ്രാഫുകൾ നമ്മൾ ആദ്യ രണ്ടെണ്ണം പഠിച്ചോളൂ അല്ലെ? ആദ്യ രണ്ടെണ്ണം പഠിക്കാനാണ് ഞാൻ പറഞ്ഞിരുന്നത്. സൈൻ എക്സിന്റെ ഗ്രാഫും കോസ് എക്സിന്റെ ഗ്രാഫും അത് പഠിച്ചാൽ മതി. അത്രയും പഠിച്ചാൽ നമുക്ക് ബോർഡ് എക്സാമിനേഷൻ അത്രയും ആവശ്യമുണ്ട്. സൈൻ എക്സിന്റെ ഗ്രാഫ് ഓർക്കുന്നുണ്ടോ? സൈൻ എക്സിന്റെ ഗ്രാഫ് ഇതുപോലെ ഒറിജിനൽ കിട്ടുന്ന ഒരു വേവ് അല്ലെ? വേവ് ടൈപ്പ് അല്ലേ? നോക്കി, ഇതുപോലെ വേവ് ആയിരുന്നു തോന്നുന്നത്. അതുപോലെ കോസിന്റെയും എന്തായാലും വേവ് തന്നെയായിരുന്നു. പക്ഷെ അത് ഒറിജിനൽ കടന്നു പോകുന്നില്ല, ഇങ്ങനെയുള്ള വേവ് ആയിരുന്നു. സൈൻ എക്സിന്റെ ഗ്രാഫും കോസ് എക്സിന്റെ ഗ്രാഫും +1 പഠിപ്പിച്ചിട്ടുണ്ട്. അത് കാണാൻ പഠിച്ചാൽ കേട്ടോ, പരീക്ഷയ്ക്ക് വരുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ ഗ്രാഫ് വന്നിട്ട് തിരിച്ചറിയാൻ ചോദിക്കുക, ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കുക ഏതിന്റെ ഗ്രാഫാണ്. അപ്പോൾ സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും ഗ്രാഫ് നിർബന്ധമായിട്ടും പഠിച്ചോളാം. ബാക്കിയുള്ള ഗ്രാഫൊക്കെ നമ്മൾ ലാബിൽ വരുമ്പോൾ പഠിക്കും കേട്ടോ. ഇനി നമുക്കിവിടെ നമ്മുടെ ഇൻവേഴ്സ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഇല്ല, അത് ആദ്യത്തെ രണ്ടെണ്ണത്തിന്റെ ഗ്രാഫ് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ. ഏതൊക്കെ? സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫും കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫും. ഞാൻ പറഞ്ഞല്ലോ +1 പറഞ്ഞല്ലോ, ഏത് ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഫംഗ്ഷൻ ഏതും ആയിക്കോട്ടെ, അതിനൊക്കെ ഒരു ഗ്രാഫ് ഉണ്ട്. ഇതിനെപ്പറ്റി ഞാൻ പറയാം, കൂടുതൽ നമ്മൾ ലാബിൽ ചെയ്യുന്നുണ്ടല്ല, പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് നമ്മൾ കമ്പ്യൂട്ടർ ചെയ്യുന്നുണ്ടല്ല. ഇപ്പൊ ഗ്രാഫ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്, ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതൊന്നും വരയ്ക്കാൻ റഫായിട്ട് വരയ്ക്കാനേ ചോദിക്കുള്ളൂ, റഫ് സ്കെച്ച് വരയ്ക്കാനേ ഉള്ളൂ. എങ്ങനെയാ ശരിക്കും വരയണ്ടേ? അതിനകത്ത് അത് ടേബിൾ അല്ലേ, എക്സിന്റെ വിലകൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഫംഗ്ഷന്റെ വിലകൾ, എന്നിട്ട് നമ്മൾ എക്സ് ആക്സും വൈ ആക്സും വരച്ച് അടയാളപ്പെടുത്തിയിട്ട് ജോയിൻ ചെയ്യുന്നതാണല്ലോ ഗ്രാഫ് എന്ന് പറയാൻ. നമുക്ക് അത്രയൊന്നും വേണ്ട, റഫായിട്ട് നിൽക്കുള്ളൂ. അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്താ? എക്സിന് കൊടുക്കാൻ പറ്റുന്ന വിലകൾ ഏതാന്ന് പറഞ്ഞാൽ എനിക്കും കാണിച്ചല്ലേ ഉള്ളൂ. സൈൻ ഇൻവേഴ്സ് എക്സിനകത്ത് എക്സിന് കൊടുക്കാൻ പറ്റുന്നത് -1 മുതൽ +1 വരെ. നോക്കി, -1 മുതൽ +1 വരെ എക്സിന്റെ വില എക്സ് ആക്സിനാണ് കേട്ടോ. ഇത് കടന്നു പോകാൻ പറ്റില്ല. -1 മുതൽ +1 വരെയുള്ള വാല്യൂ എടുക്കാം. അപ്പൊ കിട്ടുന്ന വിലകൾ എന്തായിരിക്കും പറയുന്നത്? ക്ലോസ് ഇന്റർവൽ -π/2 to +π/2 വിലകൾ. എക്സിന്റെ വിലകൾ എക്സ് ആക്സിൽ, വൈയുടെ കിട്ടുന്ന വിലകളാണ് ഏതാണ് റേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ ക്ലോസ് ഇന്റർവൽ -1 ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് കോഡൊമൈൻ സെയിം തന്നെയാണ്. ക്ലോസ് ഇന്റർവൽ -π/2 +π/2. ഇതിനിടയ്ക്ക് ഗ്രാഫ് നോക്കിക്കേ, ഇതിനിടയിൽ ഏത് വാല്യൂ ഉണ്ടല്ലോ, അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ജോയിൻ ചെയ്താൽ ഇതുപോലൊരു കർവ് കിട്ടും.
ഇതുപോലെ ഒരു കർവ കിട്ടുന്നത്. അതും നമ്മൾ കാണുന്നത് ഇതിനിടയിലുള്ള വാല്യൂസ് എല്ലാം ഒന്ന് കൊടുത്ത് നമ്മൾ വാല്യൂ ചെയ്തൊന്നുമില്ല. ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇതുപോലൊരു ഗ്രാഫ് ആയിരിക്കും, കർവായിരിക്കേണ്ടതാണ് കേട്ടോ. ഇങ്ങനെ വന്ന് വളഞ്ഞിട്ട് ഒറിജിനിൽ നിന്ന് തിരിഞ്ഞിവിടെ വരെ വരുന്നത്. ഇത് കഴിഞ്ഞ് പോകാൻ പാടില്ല, മുമ്പോട്ട് പോകാൻ പാടില്ല, ഇത് കഴിഞ്ഞ് താഴോട്ട് വരാൻ പാടില്ല, ഇവിടെ നിൽക്കുക. കാരണം എന്താ? -5 കീഴോട്ട് പോകാൻ പറ്റിയില്ല, 5 മേലോട്ട് പോകാൻ പറ്റിയില്ല. പഠിച്ചല്ലോ എല്ലാവരും. അപ്പൊ അല്ലെങ്കിൽ ചിലപ്പോൾ എങ്ങനെ ചോദിക്കാം, ഈ ഗ്രാഫ് വന്നിട്ട് അത് തിരിച്ചറിയാൻ ചോദിക്കാം. ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നിട്ട് തിരിച്ചറിയാൻ ചോദിക്കാം. അപ്പൊ എന്തായിരിക്കും മനസ്സിൽ വരേണ്ടത്? fx = sin inverse x അല്ലെങ്കിൽ y. fx ഉം y ഒന്നും ഞാൻ എപ്പോഴും പറയുന്നല്ലേ, y = sin inverse ഗ്രാഫ് ആണ്. അതായത് തിരിച്ചു ചോദിക്കാം, fx = sin inverse x ഗ്രാഫ് അല്ലെങ്കിൽ y = sin inverse x റഫ് സ്കെച്ച് വരയ്ക്കാൻ ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഇതുപോലെ x ആക്സും y ആക്സും വരച്ചതുപോലെ ഗ്രാഫ് വരച്ചു കേട്ടോ. മനസ്സിലാക്കാം. ഇവിടെ റെഡ് കൊണ്ട് അടയാളപ്പെടുത്തി കഴിഞ്ഞു പോകാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ഞാൻ റെഡ് കൊണ്ട്, നിർബന്ധമൊന്നുമില്ല. ഇനി അടുത്ത ഗ്രാഫ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് നോക്കിയേ. കോസ് ഇൻവേഴ്സിന്റെ ഡൊമൈൻ ഏതാ? എക്സ് കൊടുക്കാൻ പറ്റുന്ന വിലകൾ ഏതാണെന്നാ പഠിപ്പിച്ചത്? സൈനിന്റെ തന്നെ അല്ലേ, -1 മുതൽ +1 വരെ എക്സിന് കൊടുക്കാൻ പറ്റുന്നത് -1 മുതൽ +1. പക്ഷെ കിട്ടുന്ന വിലകൾ എന്തായിരിക്കും? ക്ലോസ് ഇന്റർവൽ 0π 0 മുതൽ π വരെ വരാവുന്നു. 0 മുതൽ π വരെ. ഇടയ്ക്ക് π വരെ എളുപ്പമുണ്ട് ഗ്രാഫ് വരയ്ക്കാൻ എളുപ്പത്തിനായിട്ട്. അപ്പൊ അതിന് ഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് -1 മുതൽ +1 വരെയാണ് വരാൻ പറ്റുള്ള ഒരു ഗ്രാഫ് എന്ന് ഇങ്ങനെയായിരിക്കും വരിക. ഇതുപോലെ ഒരു ഇതിനെ തിരിച്ചിട്ടാൽ മതി. ഇങ്ങനെ ഗ്രാഫ് ഉണ്ടാൽ ഓർത്തോളൂ, അത് fx = cos inverse x അല്ലെങ്കിൽ y = cos inverse x ഗ്രാഫ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത് റഫായിട്ടൊന്ന് വരച്ച് പഠിക്കുക. രണ്ടുപേരും ചോദിക്കാം, ഗ്രാഫ് എന്നിട്ട് തിരിച്ചറിയാൻ ചോദിക്കാം. അതാണ് കൂടുതൽ ചോദിക്കുന്നത്. അല്ലെങ്കിലോ നേരെ തിരിച്ച് റഫ് സ്കെച്ച് വരയ്ക്കാനും ചോദിക്കാം. മനസ്സിലായി കാണുന്നു കരുതുന്നു. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് 6 ഉണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചല്ലോ. അവയുടെ ചില പ്രോപ്പർട്ടികളാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടികളാണ്, ഫോർമുലകളാണത്. അത് കാണാതെ പഠിച്ചെങ്കിൽ മാത്രമേ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഞാൻ കുറെ 6-7 പ്രോപ്പർട്ടികൾ, ഓരോ പ്രോപ്പർട്ടി ഓരോ ബണ്ടിലാക്കി തരാണ്. നമ്മൾ +1 ട്രിഗണോമെട്രിയിൽ കുറെ ഫോർമുലകൾ ഇങ്ങനെ ചെറിയ കെട്ടുകളായിട്ട് തരാം. അതുപോലെ തന്നെ ഒന്നാമത്തെ കെട്ടതേ ഇതുപോലെ തന്നെ. ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞാൽ -sin inverse x ഇതിലാണ്. ഈ മൈനസ് വെളിയിലെടുക്കാവുന്ന അത് സൈനിന്റെ കാര്യത്തിലും അങ്ങനെയല്ലേ +1 പഠിച്ചത്? സൈനിന്റെ കാര്യത്തിൽ sin -x എന്ന് പറഞ്ഞാൽ -sin x പഠിച്ചിട്ടുണ്ടല്ലോ. അത് അതേ പ്രോപ്പർട്ടി സൈൻ ഇൻവേഴ്സിന്റെ കാര്യത്തിൽ ശരിയാണല്ലോ. എല്ലാം അതുപോലെ എഴുതരുത് കേട്ടോ. സൈൻ ഇൻവേഴ്സ് x ന്റെ കാര്യത്തിൽ ശരിയാണ്, മൈനസ് വെളിയിലെടുക്കാം. അപ്പൊ ഇതുപോലെ എവിടെയെങ്കിലും കണ്ടാൽ ഓർത്തോളൂ, പ്രോബ്ലം നമ്മൾ ചെയ്യും. സൈൻ ഇൻവേഴ്സ് ഇപ്പം -1/2 ആണെങ്കിൽ -sin inverse 1/2 എന്നൊക്കെ എഴുതാം. ജനറൽ ആയിട്ട് സൈൻ ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞാൽ -sin inverse x. അത് കാണാതെ പഠിക്കാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇതിന്റെ പ്രൂഫ് ഒന്നും ചോദിക്കും നമുക്ക്. പ്രൂഫ് ഉള്ള ചില പ്രോപ്പർട്ടി ഉണ്ട്, അത് ഞാൻ അന്നേരം ചെയ്ത് കാണിക്കാം. പ്രൂഫ് പഠിക്കേണ്ടത് ചിലതുണ്ട്, ഇതിന്റെ ഒന്നും പ്രൂഫ് വേണ്ട. അപ്പൊ അടുത്തത് കോസ് ഇൻവേഴ്സ് -x എന്താന്ന് നോക്കി. +1 പഠിച്ച കോസ് -x എന്ന് പറഞ്ഞാൽ cos x തന്നെയല്ലേ +1 പഠിപ്പിച്ചത് ട്രിഗണോമെട്രിയുടെ കാര്യത്തിൽ. cos -θ അല്ലെ, cos -x +cos x തന്നെയല്ലേ. എന്നാൽ കോസ് ഇൻവേഴ്സ് -x ഇൻവേഴ്സ് കാര്യത്തിൽ അങ്ങനെയാണോ? π - cos inverse x, π അല്ലെങ്കിൽ 180 നിന്ന് cos inverse x കൊടുക്കുക. π - cos inverse അതങ്ങനെ പഠിച്ചോണം. tan inverse -x tan inverse x അത് +1 പഠിച്ചത്. tan -x tan x. അതുപോലെ തന്നെ tan inverse -x tan inverse x. cot inverse tan കഴിഞ്ഞാൽ അത് cot inverse -x പറയുന്നത് π - cot inverse x. +1 പഠിച്ചത് cot -x cot x അല്ലേ, അതല്ല ഇവിടെ. cot inverse -x പൈ cot inverse x. sec inverse -x എന്ന് പറയുന്നത് പൈ sec inverse x. അതിന്റെ cosec inverse -x എന്ന് പറഞ്ഞാൽ cosec inverse x. ഈ 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസില് നെഗറ്റീവ് വാല്യൂസിന്റെ ഇൻവേഴ്സുകൾ കാണാനല്ലേ തോന്നും. 3 എണ്ണത്തിൽ എന്ത് വരും? മൈനസ് വെളിയിൽ വരും. 3 എണ്ണത്തിൽ π - വരുന്നത്. അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക. ഏതൊക്കെയാ π - വരുന്നത്? π - വരുന്നത് ഏതൊക്കെയാണ്? cos inverse -x നും cot inverse -x നും sec inverse -x നും π - രൂപത്തിൽ വരും. ബാക്കി 3 മൈനസ് വെളിയിൽ വരും. അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ബണ്ടിൽ അടുത്ത കെട്ടാണ്, രണ്ടാമത്തെ കെട്ട്. പ്രോപ്പർട്ടീസിന്റെ രണ്ടാമത്തെ ചെറിയൊരു കെട്ടാണ്. ഇതൊരു കെട്ടാണ്, എന്നിട്ട് പഠിക്കുക. ഇനി അടുത്തത് ഈ 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഈ 2 എണ്ണം തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. 2 എണ്ണം തമ്മിലുള്ള ബന്ധങ്ങളാണ്. അതായത് സൈൻ ഇൻവേഴ്സ് x എന്ന് പറയുന്നത് cosec inverse 1/x ന് തുല്യമാണ്. +1 നമ്മൾ പഠിച്ചിട്ടുണ്ട് sin x = 1/cosec x എന്ന് പഠിച്ചിട്ടില്ലേ ട്രിഗണോമെട്രിക്കിന്റെ കാര്യത്തിൽ അല്ലേ. sin x = 1/cosec x അല്ലെങ്കിൽ cosec x = 1/sin x എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇതല്ല കേട്ടോ. ഇത് സൈൻ ഇൻവേഴ്സ് x എന്ന് പറയുന്നത് cosec inverse ആക്കി മാറ്റുവാണെങ്കിൽ, സൈൻ ഇൻവേഴ്സിനെ cosec inverse x ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ cosec inverse ആക്കി മാറ്റണമെങ്കിൽ ഈ കാണുന്ന റെസിപ്രോക്കൽ അകത്ത് കൊടുത്തത് അകത്താണ് 1/, എടുക്കരുത്. cosec inverse ബ്രാക്കറ്റിലാണ് 1/x. അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ cos inverse x എന്നുള്ള sec inverse
അത് പ്ലസ് വണ്ണിൽ നമ്മൾ അങ്ങനെ പഠിച്ചത് കോസ് സീക്കും തമ്മിൽ സൈനും കൊസീക്കും തമ്മിലാണ്. പക്ഷെ ഇവിടുത്തെ അകത്താണ് കേട്ടോ റെസിപ്രോക്കൽ എടുക്കും, ബ്രാക്കറ്റിനകത്താണ് റെസിപ്രോക്കൽ എടുക്കണമെന്ന് മാത്രം. കോസ് ഇൻവേഴ്സ് എക്സ് സീക്ക് ഇൻവേഴ്സ് 1/x ആണ്. അതുപോലെ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന കോട്ട് ഇൻവേഴ്സ് 1/x. ഇത് തിരിച്ചും പറയാനുണ്ട്. സൈൻ ഇൻവേഴ്സ് എക്സ് എന്നുള്ള കൊസീക്ക് ഇൻവേഴ്സ് 1/x എന്ന് തിരിച്ചും പറയാം. കൊസീക്ക് ഇൻവേഴ്സ് എക്സിനാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് 1/x. ഇവരെ തമ്മിൽ തിരിച്ചും പറയാം. സീക്ക് ഇൻവേഴ്സ് 1/x ആണെങ്കിൽ കോസ് ഇൻവേഴ്സ് 1/x എഴുതാം. ഇവരെ തിരിച്ചു പറയാം. കോട്ട് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് 1/x. രണ്ട് കെട്ട് പ്രോപ്പർട്ടികളായി പഠിക്കണം. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഒരു കെട്ടാണ് കേട്ടോ. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ്. കേട്ടോ, ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനും അതിന്റെ തന്നെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വന്നിരിക്കുന്നത്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു ജോഡി വരാം. ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനും അതിന്റെ ഇൻവേഴ്സ് ആണ് കൂടെ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അറ്റത്ത് വരുന്ന എക്സ് എഴുതാം. എപ്പോഴാണെന്നറിയോ, ഒരു കണ്ടീഷൻ ഉണ്ട്. എല്ലായ്പ്പോഴും എഴുതാൻ പറ്റില്ല. ഇതിങ്ങനെ കണ്ട സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എക്സ് എപ്പോഴും ചാടി എഴുതിയേക്കരുത്. എക്സ് എന്താണെങ്കിൽ എക്സ് എന്നുള്ളത് ബിലോങ്സ് ടു ക്ലോസ് ഇന്റർവൽ -π/2 + π2. ക്ലോസ് ഇന്റർവൽ -π/2 + π2 എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് ആണ് അല്ലെ, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അല്ലേ. അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഈ എക്സ് എന്ന് പറയുന്നുണ്ടല്ലോ, സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനുള്ളിലാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ റേഞ്ചിനുള്ളിലാണെങ്കിൽ മാത്രം സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് = എക്സ് എഴുതാമെന്ന് മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ π/2 കൂടുതലോ -π/2 കുറവായിട്ടുള്ള ഏതെങ്കിലും വാല്യൂ ഇവിടെ വരുന്നെങ്കിൽ എഴുതാൻ പറ്റിയാലെന്ന് അർത്ഥം. അപ്പൊ ഈ എടുത്ത് എഴുതാം. ഈ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സിന്റെ വലിയുള്ള സൈൻ ഇൻവേഴ്സ് ആണ്. സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അല്ലെങ്കിൽ റേഞ്ചിനുള്ളിലാണെങ്കിൽ മാത്രം അതറിഞ്ഞിരിക്കും. ഇത് നേരെ തിരിച്ചും പറയാനുണ്ട് ഈ പ്രോപ്പർട്ടി. സൈൻ ആദ്യവും സൈനോ സൈൻ ഇൻവേഴ്സ് എക്സ് = എക്സ്. അന്നേരം ഇവിടെ എന്തായിരിക്കും വരേണ്ടത്? എക്സ് ബിലോങ്സ് ടു കണ്ടീഷൻ ഉണ്ടല്ലോ. അന്നേരം ഏതാണ് സൈൻ ഫംഗ്ഷൻ അല്ലേ. സൈൻ ഫംഗ്ഷന്റെ റേഞ്ച് എന്തായിരുന്നു? ക്ലോസ് ഇന്റർവൽ -1. ഇവിടെ ആദ്യം വരുന്നത് സൈൻ ഇൻവേഴ്സ് അല്ലേ. മൊത്തം നോക്കുമ്പോൾ ഇൻവേഴ്സ് അല്ലായിരുന്നു. ഇപ്പൊ സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ഇവിടെ സൈനിൽ ആദ്യം വരുന്നത്. അപ്പൊ ട്രിഗണോമെട്രി അല്ലേ. അപ്പൊ സൈനിന്റെ റേഞ്ച് കഴിഞ്ഞ വർഷം പഠിച്ചാണ്. എക്സ് ബിലോങ്സ് ടു ക്ലോസ് ഇന്റർവൽ. ഇതുപോലെ കോസ് ഇൻവേഴ്സ് കോസ് എക്സ് = എക്സ് എഴുതാം. എപ്പോൾ മാത്രമാണെങ്കിൽ ഈ എക്സ് എന്നുള്ളത് കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആയ 0π ആണെങ്കിൽ മാത്രം. മനസ്സിലായല്ലോ? ഈ എക്സ് എന്ന് പറയുന്നത്, ഈ കാണുന്ന എക്സ് എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആയ ക്ലോസിലോ 0π ആണെങ്കിൽ മാത്രം ഇതിന് വഴി എക്സ് എഴുതണം. അല്ലെങ്കിൽ പൈയിൽ കൂടുതലോ 0യിൽ കുറവാണെങ്കിൽ എഴുതാൻ പറ്റില്ല. അറിഞ്ഞിരിക്കുക. അത് നേരെ തിരിച്ചും പറയാം. എന്തായാലും നേരെ തിരിച്ചു പറഞ്ഞാലോ, കോസ് ഇൻവേഴ്സ് എക്സ് = എക്സ് എന്ന് എഴുതാം. എപ്പോഴാണ്? ഇഫ് എക്സ് ബിലോങ്സ് ടു ഇതുപോലെ ക്ലോസ് ഇന്റർവൽ -1 അത് കഴിഞ്ഞ ദിവസം പഠിച്ചാണ്. ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് = എക്സ് എന്ന് എഴുതാം. എപ്പോഴും എല്ലായ്പ്പോഴും പറ്റില്ല. എപ്പോഴും മാത്രമേ ഉള്ളൂ. ഇഫ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ -π/2 + π2. ഓപ്പൺ ഇന്റർവൽ -π/2 + π2 എന്താണ്? ടാൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അല്ലെങ്കിൽ റേഞ്ച് ആണ് അല്ലെ. അതുപോലെ കോട്ട് ഇൻവേഴ്സ് കോട്ട് എക്സ് = എക്സ് എഴുതാം. എപ്പോഴും എക്സിന്റെ വില ഓപ്പൺ ഇന്റർവൽ 0π. ഓപ്പൺ ഇന്റർവൽ 0π എന്താണ്? കോട്ട് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അല്ലെങ്കിൽ റേഞ്ച് ആണ്. അതുപോലെ സീക്ക് ഇൻവേഴ്സ് സീക്ക് എക്സ് = എക്സ് എഴുതാം. എക്സിന്റെ വില എക്സ് ബിലോങ്സ് ടു ക്ലോസ് ഇന്റർവൽ 0π -π2. ഇതെന്താണ് ഈ കാണുന്നത്? ഇത് സീക്ക് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആണ് അല്ലെ. അതുപോലെ കൊസീക്ക് ഇൻവേഴ്സ് കൊസീക്ക് എക്സ് എന്നുള്ളത് എക്സ് എഴുതാം. എക്സ് ബിലോങ്സ് ടു ക്ലോസ് ഇന്റർവൽ -π/2 π/2 -0 ആണെങ്കിൽ ഈ കാണുന്നത് എന്താണ്? കൊസീക്ക് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അല്ലെങ്കിൽ റേഞ്ച് ആണ്. ഈ 6 തിരിച്ചും പറയാം. അറിഞ്ഞിരിക്കുക കേട്ടോ. ഇവിടെ എല്ലാത്തിലും എന്താ വന്നിരിക്കുന്നത്? ഇൻവേഴ്സ് ആദ്യം വന്നിരിക്കുന്നത്, ട്രിഗണോമെട്രിക്ക് രണ്ടാമതും വന്നത്. അപ്പൊ ട്രിഗണോമെട്രിക്ക് ആദ്യം വരാം, ഇൻവേഴ്സ് രണ്ടാമതും വരാം. അപ്പോഴും ഈ എക്സ് തന്നെ എഴുതാം. പക്ഷെ അന്നേരം ഇവിടുത്തെ കണ്ടീഷൻ ആയിരിക്കും വ്യത്യാസം വരികയെന്ന് മാത്രം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി നാലാമത്തെ കെട്ട്, നാലാമത്തെ പ്രോപ്പർട്ടീസ് നോക്കുക. അതിൽ 3 പിരിവുകളുണ്ട് കേട്ടോ. ഒന്ന് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് തന്നെ വരണം കേട്ടോ. ഈക്വൽ ടോട്ടൽ π/2. കാരണം സൈൻ ഇൻവേഴ്സ് എക്സ് ഒരു ആംഗിൾ ആണല്ലോ. ഇൻവേഴ്സിന്റെ എക്സിന് കൊടുക്കാവുന്ന പോലെ നിങ്ങൾക്ക് അറിയാം. ഏതാ ഇവിടെ എക്സിന് കൊടുക്കാൻ പറ്റുന്ന പോലെ എന്താ? -1 മുതൽ +1 വരെ. കോസ് ഇൻവേഴ്സിന്റെ കാര്യത്തിൽ -1 മുതൽ +1 ഏതുകൊണ്ട് ഇവിടെ കൊടുക്കുന്ന അതേപോലെ തന്നെ ആയിരിക്കും കേട്ടോ. രണ്ടും വ്യത്യസ്തങ്ങളാവാൻ പാടില്ല. സൈൻ ഇൻവേഴ്സ് എക്സിനോട് കൂടി ഇതൊരു ആംഗിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതൊരു ആംഗിൾ ആണല്ലേ. ഏത് ആംഗിളാ? -π/2 മുതൽ +π2. കോസ് ഇൻവേഴ്സ് എക്സ് വേറെ ആംഗിൾ അല്ലേ. ഏതാ? 0 മുതൽ π വരെയുള്ള. അപ്പൊ ഇതിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും 90 ഡിഗ്രി വരുള്ളൂ, അല്ലെങ്കിൽ π/2 വരുള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രോപ്പർട്ടി ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം. സൈൻ ഇൻവേഴ്സ് എക്സിനോട് കൂടി കോസ് ഇൻവേഴ്സ് എക്സ് കൂട്ടിയാൽ കിട്ടുന്ന ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് π/2 ആയിരിക്കും. ടോട്ടൽ ഇവിടെ എക്സ് എന്തോ ആയിക്കോട്ടെ, ഇതിന്റെ ഡൊമൈനകത്തുള്ള ഏത് വാല്യൂ ആണെങ്കിലും കൊടുത്തോളൂ. നിങ്ങൾ സൈൻ ഇൻവേഴ്സിനെയും കോസ് ഇൻവേഴ്സിന്റെ ഡൊമൈനകത്തുള്ള ഏത് വാല്യൂ ആണെങ്കിലും കൊടുത്തോ. പക്ഷെ ഇവിടെ കൊടുക്കുന്ന പോലെ തന്നെ ആയിരിക്കണം ഇവിടെ. അങ്ങനെയാണ് ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ π/2 ആയിരിക്കും എന്ന് അർത്ഥം. നമുക്ക് പഠിച്ചോളൂ. അതുപോലെ അടുത്ത ജോഡി ഏതാ നോക്കി. 6 3 ജോഡികൾ. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് π/2 ടോട്ടൽ.
ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 5/2 തന്നെ ആയിരിക്കും. സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസീക്ക് ഇൻവേഴ്സിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 5/2 ആയിരിക്കും. അപ്പം ടോട്ടൽ 5/2 കിട്ടുന്ന 3 ഇക്വേഷൻസ് ആണ് പഠിക്കാം. ഇനി ഇതിന്റെ പ്രൂഫ് ചിലപ്പോൾ ചോദിക്കാം. പ്രൂഫ് വളരെ ഏതെങ്കിലും ഒന്ന് മാത്രം ഞാൻ പ്രൂവ് ചെയ്താം. എല്ലാം ഒരേ തരത്തിലാണ് പ്രൂവ് ചെയ്യുന്നത്. ഞാൻ ആദ്യത്തെ മാത്രം ഒന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാം. എന്തെങ്കിലും കാരണവശാൽ വന്നാലോ പഠിക്കാൻ പറ്റുന്നവർ പഠിക്കാം. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ലല്ലോ. അല്ലാത്തവർ മിനിമം എന്ത് പഠിക്കണം? ഈ റിസൾട്ട് എഴുതി പഠിക്കാം. ഞാൻ ആ പ്രൂഫ് തരുന്നത് എന്താ അത്യാവശ്യക്കാർക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ പറ്റുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം. ആൻസർ നോക്കിയുള്ളൂ. ആൻസറിലെ പ്രൂഫ് ഒന്നാമത്തെ ചെയ്യാം. ഇടതുവശം നോക്കിയേ, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ടോട്ടൽ 5/2. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പ്രൂവ് ചെയ്യാൻ മിക്കവാറും ഉണ്ടല്ലോ. ഇടതുവശത്തോ ഒന്നിലധികം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വരികയാണ്, നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പുട്ട് ഈ രണ്ടെണ്ണം അല്ലേ, അതിൽ ഏതെങ്കിലും ഒന്നിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. രണ്ടും ഒരേ ആംഗിൾ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇതിന് ഇവിടെ എക്സ് ഇവിടെ എക്സ് ഇല്ല. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒന്നുകിൽ നിങ്ങൾ സൈൻ ഇൻവേഴ്സ് എക്സിന് വൈന്നോ അല്ലെങ്കിൽ തീറ്റാന്ന് കൊടുക്കുക കേട്ടോ. സൈൻ ഇൻവേഴ്സ് എക്സ് ഇക്വൽ ടു തീറ്റ ഒരു ആംഗിൾ ആണല്ലോ, അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന ഒരു ആംഗിൾ ആണല്ലോ. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ആംഗിൾ ആണല്ലോ, തീറ്റാന്ന് കൊടുക്കുക. അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് എക്സ് തീറ്റാന്ന് കൊടുത്താൽ മതി. ഏതെങ്കിലും ഒന്നിന് കൊടുത്താൽ മതി. പിന്നെ അതിന്റെ കൂടുതൽ ഒന്ന് പറഞ്ഞു പോട്ടെ, നിങ്ങൾ ഓർത്തിരിക്കുന്നറിയില്ല. ഇവിടെ രണ്ട് വാല്യൂസ് ആണെങ്കിലേ ഏതെങ്കിലും റിസൾട്ട് പ്രൂവ് ചെയ്യാൻ നമ്മൾ എക്സസൈസ് വരുന്നുണ്ട്. ഇവിടെ രണ്ട് വിലകളാണെങ്കിൽ രണ്ടിനും കൊടുക്കണം സബ്സ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സ് വൈ ആണെങ്കിൽ എന്നിട്ട് ടോട്ടൽ പ്രൂവ് ചെയ്യാൻ വേറെ എന്തെങ്കിലും വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിനും കൊടുക്കണം, കോസ് ഇൻവേഴ്സ് വൈക്കും കൊടുക്കണം, രണ്ടിനും കൊടുക്കണം. ഇവിടെ രണ്ടും ഒരേ വാല്യൂ അല്ലേ വന്നിരിക്കുന്നത് അറ്റത്ത്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം സബ്സ്റ്റിറ്റ്യൂഷൻ മതി. ഏതെങ്കിലും ഒന്നിന് മാത്രം. ഒന്നുകിൽ സൈൻ ഇൻവേഴ്സ് എക്സ് തീറ്റാന്ന് കൊടുക്കാം, അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് എക്സ് തീറ്റ. ഇതൊരു ആംഗിൾ ആണ് കേട്ടോ, അതാണ് തീറ്റാന്ന് കൊടുത്തത്. അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്നൊക്കെ കൊടുത്താലും നിങ്ങളുടെ ഇഷ്ടം പോലെ വയ്ക്കുക. വൈ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ ആദ്യത്തേന് കൊടുത്തേ. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ എക്സ് എന്തായിരിക്കും എന്ന് പറയാമോ? സൈൻ ഇൻവേഴ്സ് എക്സ് തീറ്റാന്റെ എക്സ് എന്തായിരിക്കും? റിവേഴ്സ് അങ്ങോട്ട് പോകല്ലേ. സൈൻ ഇൻവേഴ്സിന് അപ്പുറത്തേക്ക് പോയാലും സൈൻ തീറ്റ. അത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് പ്ലസ് വണ്ണിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? പ്ലസ് വണ്ണിൽ പഠിപ്പിച്ചിട്ടില്ലേ ഇങ്ങനെ എന്താ ടാൻ എക്സ് അല്ലെങ്കിൽ ടാൻ എക്സിന്റെ വാല്യൂ 1 കിട്ടുവാണെങ്കിൽ ഏതിനകത്താണ് നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സ് ഒക്കെ വരുന്നുണ്ടെന്ന്. ടാൻ എക്സിന്റെ വാല്യൂ 1 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താ വരിക? ടാൻ അങ്ങോട്ട് വരുമ്പോഴത്തേന് ടാൻ ഇൻവേഴ്സ് 1 എന്നൊക്കെ എഴുതാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സ്ട്രെയിറ്റ് ലൈൻസിന്റെ ഇടയിൽ 2 ലൈൻസിന്റെ ഇടയിൽ ആംഗിൾ കാണാൻ പഠിപ്പിച്ചപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് കേട്ടോ. സൈൻ ഇൻവേഴ്സ് എക്സ് തീറ്റ ആണെങ്കിൽ കേട്ടോ, ഇതിന് ഇൻവേഴ്സിനെ ട്രിഗണോമെട്രിക് ആക്കുമ്പോഴോ ഇത് ഇൻവേഴ്സ് ഫംഗ്ഷൻ അല്ലേ, ഇത് നമ്മൾ ട്രിഗണോമെട്രിക് ആക്കി മാറ്റുക. എന്ത് ചെയ്താൽ മതി? എക്സ് കാണുമ്പോൾ ഈ സൈൻ ഇൻവേഴ്സ് അപ്പുറത്തേക്ക് സൈൻ ആകെ മാറുന്ന ഓർത്താൽ മതി കേട്ടോ. നേരെ തിരിച്ചു പറയാം. സൈൻ തീറ്റ ഈക്വൽ എക്സ് ആണെങ്കിൽ ഈ സൈൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ കേട്ടോ, സൈൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് മാറും ഇൻവേഴ്സ്. സൈൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇൻവേഴ്സ് ആയിട്ട് മാറും. ഇൻവേഴ്സ് അപ്പുറത്തേക്ക് വരുമ്പോൾ വെറും സൈൻ ആയിട്ട് വരും. അത്രേ ഉള്ളൂ. അത് ചെയ്താൽ മതിയോ? അപ്പൊ എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് തീറ്റ ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഈ സൈൻ ഇൻവേഴ്സ് അപ്പുറത്തേക്ക് പോകുമ്പോൾ സൈൻ തീറ്റ. It implies x is equal to sin theta cos theta ആക്കാൻ ഫോർമുല പ്ലസ് വണ്ണിൽ പഠിച്ചതായിട്ട് ഓർക്കുന്നത്. കാരണം ഇവിടെ കോസും കൂടി നമുക്ക് കൊണ്ടുവരണം. ഈക്വേഷൻ അതെ കോസിന്റെ ഇൻവേഴ്സിൽ ബ്രിങ് ചെയ്യട്ടെ. പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുള്ള സൈൻ തീറ്റ കോസ് തീറ്റ ആക്കുന്നത് എങ്ങനെയാണ്? സൈൻ 90 മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ അല്ലേ? കോസ് 90 മൈനസ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ. ഓർക്കുന്നുണ്ടോ? എവിടെ പഠിച്ചതാ? റിഡക്ഷൻ ഫോർമുലകളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സൈൻ തീറ്റയ്ക്ക് പകരം കൊടുക്കാം കോസ് 90 അല്ലെ 5/2. നമ്മൾ 5/2 5/2 മൈനസ് തീറ്റ എന്ന് എഴുതാമല്ലോ. കണ്ടോ? സൈൻ തീറ്റ എന്നുള്ളത് കോസ് 90 മൈനസ് തീറ്റ. ഇവിടെ 5/2 എന്ന് എഴുതുന്നത് ഇവിടെ 5/2 കിട്ടേണ്ടത് കൊണ്ടാണ് കേട്ടോ. രണ്ടും ഒന്ന് തന്നെ. നമ്മൾ റേഡിയല്ല ചെയ്യുന്നുള്ളൂ. മനസ്സിലായാലും സൈൻ തീറ്റ എന്നുള്ളതിനെ കോസ് 90 മൈനസ് തീറ്റ എന്ന് എഴുതി. ഇനി വീണ്ടും ഇത് ട്രിഗണോമെട്രി അല്ലേ, വീണ്ടും ഇതിനെ ഇൻവേഴ്സ് ആക്കി. കോസിന് ഇപ്പുറത്തേക്ക് ഉള്ളത് ഈ കോസ് വീണ്ടും ഇങ്ങോട്ട് ഉള്ളത്. അപ്പൊ കോസ് ഇൻവേഴ്സ് ആയെന്ന് പറയും. കോസിന് ഇപ്പുറത്തേക്ക് ഉള്ളത് കോസ് ഇൻവേഴ്സ് എഴുതാം. ഈ സീക്വൽ ബാക്കി ഇവിടെ 5/2 മൈനസ് തീറ്റ എന്നല്ലേ. ഇനി ആ മൈനസ് തീറ്റ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നേ. ഈ മൈനസ് തീറ്റ ഇപ്പുറത്തെ തീറ്റ പ്ലസ് തീറ്റ പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ബാക്കി 5/2 അല്ലേ കിടക്കുള്ളൂ. ഇനി വാട്ട് ഈസ് തീറ്റ ഫ്രം ദ ബിഗിനിങ് ഡേ? തീറ്റ എന്നുള്ള സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ. അപ്പൊ ഇതിന് വീണ്ടും പഴയ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സൈൻ ഇൻവേഴ്സ് എക്സ് കൊടുത്താൽ ആൻസർ ആയില്ലേ? പ്രൂവ് ചെയ്തില്ലേ നോക്കിയേ. ഈ സീക്വൽ 5/2 പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ? ആദ്യത്തെ റിസൾട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായി? പ്രൂഫ് നേരത്തെ ചോദിക്കാറുണ്ടോ? നിങ്ങൾ പഠിക്കാൻ പറ്റുന്നവരാണ് പഠിച്ചിരിക്കുക. പ്രൂവ് ചെയ്യാൻ ആദ്യത്തെ ഏതെങ്കിലും ഒന്നിന് തീറ്റാന്ന് കൊടുക്കുക, എന്നിട്ട് അതിനെ ട്രിഗണോമെട്രി ആയിട്ട് ചേഞ്ച് ചെയ്യുക, എന്നിട്ട് കോസിലേക്ക് മാറ്റുക, എന്നിട്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കേ ഉള്ളൂ. രണ്ടാമത് ചോദിക്കുവാണെങ്കിൽ അത് വേണ്ടവരോ നിങ്ങൾ ഞാൻ നിർബന്ധിക്കുന്നില്ല, അല്ലെങ്കിൽ താല്പര്യമുള്ളവർ ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് രണ്ടും ഇത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പുട്ട് ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു തീറ്റ ഇതുപോലെ തന്നെ എഴുതിയാൽ മതി. ഇതേപോലെ സ്റ്റെപ്പ് എഴുതിക്കൊണ്ടുവരും കേട്ടോ. അപ്പൊ കിട്ടിക്കോളും. അപ്പൊ നമുക്ക് എന്താ ടാൻ 90 മൈനസ് തീറ്റ എന്നുള്ള കോട്ട് തീറ്റ അല്ലേ, അല്ലെങ്കിൽ കോട്ടർ 90 മൈനസ് തീറ്റ ടാൻ തീറ്റ. അതുപോലെ സീക്ക് ഇതാണ് ചോദിക്കുന്നതെങ്കിലോ ചോദിക്കാൻ വഴിയില്ല.
സീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു തീറ്റ എന്നിട്ട് പോലെ ചെയ്യുക അല്ലേ? മനസ്സിലായല്ലോ? കാരണം സീക്ക് 90 മൈനസ് തീറ്റ ഈക്വൽ കോസീക് തീറ്റ, കോസീക്ക് 90 മൈനസ് തീറ്റ, സീക്ക് തീറ്റ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി അഞ്ചാമത്തെ കെട്ടുക. അഞ്ചാമത്തെ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മിക്കവാറും പ്രോബ്ലംസ് ചോദിക്കുന്ന ഈ രണ്ട് ഫോർമുലകളിൽ ഏതെങ്കിലും ഒന്നിനെ ബേസ് ചെയ്തായിരിക്കും കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ കാണാം. ഇത് രണ്ടെണ്ണമാണല്ലോ. ഒന്ന് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ആണ്. ഇവിടെ രണ്ടാണ് കേട്ടോ. ഓർമ്മണേ, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. ഇപ്പൊ കഴിഞ്ഞതിനകത്ത് എന്തായിരുന്നു? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് സെയിം എക്സ് തന്നെയല്ലായിരുന്നു വരുന്നത്. ഇപ്പൊ ടോട്ടൽ പൈ വരും. ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സിന്റെ തന്നെയാണ്. ടാൻ ഇൻവേഴ്സ് തന്നെയാണ് വരുന്നത്. വൈ ആണ്. ഇവിടെ എക്സും വൈ ആണ്. ഇതിനെ രണ്ട് ടാൻ ഇൻവേഴ്സുകളെ കമ്പൈൻ ചെയ്തോ സിംഗിൾ ടാൻ ഇൻവേഴ്സ് എക്സിലേക്ക് കൊണ്ടുവരിക. ഈ ഇവിടെ രണ്ട് ടാൻ ഇൻവേഴ്സുകളിലെ രണ്ടും കൂടി യോജിപ്പിച്ച് ഒറ്റ ടാൻ ഇൻവേഴ്സിന് കീഴിൽ കൊണ്ടുവരിക. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ. ഇവിടെ പ്ലസ് ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു വൈ എഴുതാം. പക്ഷെ എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കണ്ടീഷനുണ്ട് ഇവിടെ. ഈ എക്സും വൈയുടെ ഗുണിച്ചാലുണ്ടല്ലേ ഒന്നിൽ കുറവേ കിട്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ പ്ലസ് വണ്ണിൽ അതിന്റെ ആപ്ലിക്കേഷൻ എൻട്രൻസുകാരൊക്കെ വളരെ ശ്രദ്ധിച്ചോണം കേട്ടോ. അത് എപ്പോഴും ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റിയല്ല. മനസ്സിലായി? എപ്പോൾ മാത്രമേ ഉള്ളൂ ഇത് ഗുണിച്ചു തോന്നി എക്സ് ഇൻറ്റു വൈ എന്നുള്ളത് ഒന്നിൽ കുറവാണെങ്കിൽ മാത്രമേ ഈ ഫോർമുല ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ എന്ന്, അല്ലെങ്കിൽ ഫോർമുല പറ്റിയതെന്ന് ഞാൻ പറഞ്ഞാലും. ബോർഡ് എക്സാമിനേഷൻ അത് വലിയ ഇമ്പോർട്ടൻസ് അതൊന്നും ചോദിക്കാറൊന്നുമില്ല. ഞാൻ എൻട്രൻസുകാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ടാൻ ഇൻവേഴ്സിന്റെ ഉപയോഗം എന്താ? ഈ ഫോർമുലയുടെ രണ്ട് ടാൻ ഇൻവേഴ്സുകളെ യോജിപ്പിച്ച് ഒറ്റ ടാൻ ഇൻവേഴ്സിന് കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? ഇപ്പൊ ഇവിടെ പ്ലസ് ആണ്, മുകളിൽ പ്ലസ്, താഴെ മൈനസ് നടന്നിരിക്കുക. ഇനി ഇതുപോലെ നടുക്ക് മൈനസ് ആണെങ്കിൽ ഫോർമുലയിൽ വരുന്ന മാറ്റം നോക്കിയേ. ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ. ഇവിടെ രണ്ട് ടാൻ ഇൻവേഴ്സുകൾ, പക്ഷെ നടുക്ക് മൈനസ് ആണെന്ന് മാത്രം. ഇവയെ യോജിപ്പിച്ച് ഒറ്റ ടാൻ ഇൻവേഴ്സ് എക്സ് ആക്കണം. ഓഫ് എക്സ് മൈനസ് വൈ ആണ്. മൈനസ് ആണ്, ഇവിടെ മൈനസ് വരും. വൈ ഇവിടെ ചിഹ്നം 1 പ്ലസ് എക്സ് വരും. ഇതും ആപ്ലിക്കബിൾ ആയിട്ടുള്ള എക്സ് ഇൻറ്റു വൈ എന്ന് ഗുണിച്ച് നോക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ മൈനസ് ഉണ്ടായിരിക്കണം. നമ്മുടെ പുസ്തകത്തിലെ പ്രോബ്ലംസിൽ അത് നോക്കേണ്ട കാര്യമൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. എൻട്രൻസിന് നിർബന്ധമായിട്ട് നോക്കണം. അപ്പൊ ഇത് രണ്ടെണ്ണം. ഇതും വേണേൽ ഒരെണ്ണം പ്രൂവ് ചെയ്ത് കാണിക്കാം. ചോദിച്ചിട്ടുണ്ടോ? പ്രൂഫൊക്കെ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ചോദിക്കുമെന്ന് അറിയില്ല. അത് പക്ഷെ നേരത്തെ ചോദിക്കാറുണ്ട്. മിക്കവാറും ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അടിക്കുമ്പോൾ എല്ലാവരും മേടിക്കുന്ന മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു മാർക്കിനെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അടിക്കുക. എങ്ങനെയാണെന്നറിയോ? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഡാഷ് എന്ന് ചോദിക്കും. എളുപ്പമല്ലേ? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ചോദിക്കാം. അപ്പൊ ഏതായാലും ആദ്യത്തെ പ്രൂവ് ചെയ്യാം. ഞാൻ ഇത്തിരി പറഞ്ഞതേ ഉള്ളൂ. ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഉൾക്കൊള്ളുന്ന എക്സ്പ്രഷൻസ് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ്. ഇവിടെ ഒരെണ്ണത്തിന് കൊടുക്കണോ രണ്ടിനും കൊടുക്കണോ? രണ്ടിനും കൊടുക്കുന്ന ഏറ്റവും പറഞ്ഞില്ല. ഇവിടെ എക്സും ഇവിടെ വൈ അല്ലേ? നമുക്ക് രണ്ടിനും രണ്ട് ആംഗിൾസ് ആണല്ലേ? ടാൻ ഇൻവേഴ്സ് എക്സ് ഒരു ആംഗിൾ ആണ്, ടാൻ ഇൻവേഴ്സ് വൈ വേറൊരു ആംഗിൾ ആണല്ലോ. നമുക്ക് എന്ത് കൊടുക്കാം? പുട്ട് ടാൻ ഇൻവേഴ്സ് എക്സിന് വേണമെങ്കിൽ എന്താ തീറ്റ എന്നോ അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്നോ കൊടുക്കാം. ക്യാപിറ്റൽ എന്ന് ആയിക്കോട്ടെ. അതുപോലെ ടാൻ രണ്ടായതുകൊണ്ട് ടാൻ ഇൻവേഴ്സ് വൈക്കും കൊടുക്കാം. ഈക്വൽ ബി എന്നും ഇരിക്കട്ടെ. അല്ലെങ്കിൽ തീറ്റ ഫൈ എന്ന് കൊടുക്കാം കേട്ടോ. മനസ്സിലാവുന്നുണ്ടല്ലോ? ടാൻ ഇൻവേഴ്സ് എക്സ് എ എന്ന് ഇരിക്കട്ടെ, ടാൻ ഇൻവേഴ്സ് വൈ ഇസിക്കൽ ബി എന്ന് തീറ്റ ഫൈ എന്ന് കൊടുത്താലും മതി. ഉടനെ എന്ത് ചെയ്യണം? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഉടനെ എന്ത് ചെയ്യണം? ഈ ടെക്നിക്ക് ഓർത്തോളാം. ഉടനെ തന്നെ ട്രിഗണോമെട്രിയിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇത് ഇൻവേഴ്സ് അല്ലേ? ട്രിഗണോമെട്രി ആകുമ്പോൾ കിട്ടും ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു ടാൻ എ അല്ലെങ്കിൽ ടാൻ എ ഈക്വൽ ടു എക്സ് അല്ലെ? ടാൻ ഇൻവേഴ്സിന് അപ്പുറത്തേക്ക് ടാൻ എ ആയിട്ട് മാറി. അത് വൈ എന്ന് പറയുന്നതോ ടാൻ ബിയുമായിട്ട് വരട്ടോ. ഇൻവേഴ്സിനെ ഉടനെ നമ്മൾ ട്രിഗണോമെട്രി ആയിട്ട് ചേഞ്ച് ചെയ്തു. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇനി നമ്മൾ കൺസിഡർ പ്ലസ് വണ്ണിലെ ഒരു ഫോർമുല. ഇപ്പോഴത്തെ രണ്ട് ആംഗിൾസ് എയും ബി അല്ലേ? ആണല്ലോ. രണ്ട് ആംഗിൾസ് എയും ബി അല്ലേ? നമ്മുടെ ചോദ്യത്തിൽ നടുക്ക് പ്ലസ് ഉണ്ട്. അപ്പൊ നമ്മള് ടാൻ എ പ്ലസ് ബി എന്നുള്ള ഫോർമുല പരിഗണിക്കുക. പ്ലസ് വണ്ണിലെ കൺസിഡർ ദി ഫോർമുല ടാൻ ഓഫ് എ പ്ലസ് ബി. കാരണം ഇവിടെ പ്ലസ് എടുക്കാൻ കാരണം ഇവിടെ പ്ലസ് ആണ്. രണ്ടാമത്തെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ടാൻ എ മൈനസ് ബി എടുത്തോളാം. അത്രേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ. ടാൻ എ പ്ലസ് ബിയുടെ ഫോർമുല ഓർത്ത് നോക്കി. പ്ലസ് വണ്ണിൽ പഠിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ കുറെ പ്രോബ്ലം ഒക്കെ ചെയ്ത ടാൻ എ പ്ലസ് ബി, ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ആ ഫോർമുല വെച്ചാൽ കിട്ടും ടാൻ എ പ്ലസ് ടാൻ ബി by 1 minus tan A into tan B. ഇതൊക്കെ പ്ലസ് വണ്ണിലെ ട്രിഗണോമെട്രി പഠിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. നന്നായിട്ട് പഠിച്ചവർക്കേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ പ്ലസ് വണ്ണിലെ 16 ചാപ്റ്റേഴ്സിൽ ഒരു 12 ചാപ്റ്റേഴ്സിന്റെ തുടർച്ച തന്നെയാണ് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ്. ബാക്കി 4 കൂടുതൽ ആപ്ലിക്കേഷൻസ് വരുന്നത്. ബാക്കി എല്ലാം പഠിച്ചവർക്കേ പറ്റുള്ളൂ. പ്ലസ് വണ്ണിലെ ഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. നല്ല മാർക്ക് മേടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ജയിക്കാനൊക്കെ ആണെങ്കിൽ ഒരു ആവറേജ് മാർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് തന്നെ പിന്നെ ചെയ്ത് പഠിച്ചാൽ മതിയാവും. ഈസ് ഈക്വൽ ടു ഇനി ടാനയുടെ വരുന്നത് തൊട്ട് മുകളിൽ നോക്കിക്കേ. കണ്ടു തുറന്ന് നോക്കിയ ടാനയുടെ എന്ന് പറയുന്നത് ഇവിടെ കിടപ്പുണ്ട്. എക്സ് പ്ലസ്
ടാൻ ബി എന്ന് പറയുന്നത് ഇവിടെ കിടപ്പുണ്ട് y 1 മൈനസ് ടാൻ എ വീണ്ടും എക്സ് ഇൻറ്റു ടാൻ ബി ഇൻറ്റു y. ഇത് ഏതാണ്? ഇടതുവശം ഏതാണ്? ടാൻ ഓഫ് എ പ്ലസ് ബി അല്ലേ? ഇത്രയും മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇനി ടാനിനെ അങ്ങോട്ട് കൊണ്ടുപോയി വീണ്ടും. അപ്പൊ നമുക്ക് കിട്ടും എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ആകുമ്പോൾ ഈ ടാൻ അങ്ങോട്ട് കൊണ്ടുപോയി ഇൻവേഴ്സ് ആയിട്ട് മാറുന്നില്ലേ പറഞ്ഞത്. അപ്പൊ അപ്പുറത്തേക്ക് വന്നപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് കിട്ടി. ഇറ്റ് ഇംപ്ലൈസ് ഇനി എയും ബി എന്ന് പകരം കൊടുത്തേ. എ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നോക്കി, ഇവിടെ എ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ടാൻ ഇൻവേഴ്സ് എക്സ് കൊടുക്കാം. പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ ഇൻവേഴ്സ് y is equal to right side tan inverse of x plus y by 1 minus x into y. പ്രൂവ് ചെയ്തില്ലേ? ഒരുമിച്ചാണ് പ്രൂവ് ചെയ്തു. ഇതുപോലെ തന്നെയാണ് രണ്ടാമത്തെ. ഒന്നുമില്ല, എന്ത് ചെയ്താൽ മതി? നമ്മളിവിടെ എ പ്ലസ് ബി എടുത്തത് വരെ എ മൈനസ് ബി എടുക്കുമ്പോൾ തന്നെ കിട്ടിക്കോളൂ ആൻസർ. സെയിം മെത്തേഡ് തന്നെ. അത് താല്പര്യമുള്ളവർ ചെയ്തോളൂ കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി ആറാമത്തെ പ്രോപ്പർട്ടീസ്, ആറാമത്തെ ചെറിയ കേട്ടാണ്. ഇവിടെ രണ്ടെണ്ണം ഒരുമിച്ച് വരിക കേട്ടോ. അതായത് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ ഉണ്ട്, സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് സൈൻ ഇൻവേഴ്സ് വൈ. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈയും ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ്. അതുപോലെ തന്നെ അതിന്റെ ഉപയോഗം എന്തായിരുന്നു? രണ്ട് ടാൻ ഇൻവേഴ്സുകളെ യോജിപ്പിക്കാനായിരുന്നു അല്ലേ? നടുക്ക് പ്ലസ് ഒന്നാലും നടുക്ക് മൈനസ് ഒന്നാലും അവയെ യോജിപ്പിച്ച് ഒരു ടാൻ ഇൻവേഴ്സ് എക്സിന്റെ കീഴിലാക്കാനുള്ള ഫോർമുല അല്ലായിരുന്നോ? അതുപോലെ തന്നെ രണ്ട് സൈൻ ഇൻവേഴ്സുകളെ യോജിപ്പിക്കാനുള്ള ഫോർമുലയാണ് കേട്ടോ. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ എന്നാലും സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് സൈൻ ഇൻവേഴ്സ് വൈ എന്നാലും സിംഗിൾ ടാൻ ഇൻവേഴ്സ് എക്സ് ആക്കുന്ന. അപ്പൊ എന്തായാലും സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ ആണെങ്കിൽ എന്താ അറിയോ? സൈൻ ഇൻവേഴ്സ് ഓഫ് ബ്രാക്കറ്റ് ഇടണം, പിന്നെ എക്സിന്റെ റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ പ്ലസ് വൈന്റെ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. രണ്ട് സൈൻ ഇൻവേഴ്സുകളെ യോജിപ്പിച്ച് ഒരു സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ പ്രോബ്ലം കാണുമ്പോൾ മനസ്സിലാക്കണം ഏത് ഫോർമുലയാണ് നമ്മളവിടെ അപ്ലൈ ചെയ്യേണ്ടത്. രണ്ട് സൈൻ ഇൻവേഴ്സുകളുടെ തുകയാണെങ്കിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്യണം. അപ്പൊ മൈനസ് ആണെങ്കിലോ സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് സൈൻ ഇൻവേഴ്സ് വൈ ആണെങ്കിലോ അപ്പൊ പ്ലസ് ആണെങ്കിൽ പ്ലസ് എടുക്കുക, മൈനസ് ആണെങ്കിൽ താഴെ എടുക്കുക. ഒരുമിച്ച് എഴുതുന്നുള്ളൂ, സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് തന്നെ എഴുതുന്നുള്ളൂ. മൈനസ് ആണെങ്കിൽ എടുക്കാം റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ മൈനസ് വൈ റൂട്ട് ഓഫ് 1 മൈനസ് സ്ക്വയർ. അത് നിങ്ങൾ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതണമെങ്കിൽ എഴുതിക്കോളൂ. അതുപോലെ തന്നെ രണ്ട് കോസ് ഇൻവേഴ്സുകളെ യോജിപ്പിക്കാനുള്ള ഫോർമുല, രണ്ട് ടാൻ ഇൻവേഴ്സുകളെ യോജിപ്പിക്കാൻ ഫോർമുല പഠിച്ചു, രണ്ട് സൈൻ ഇൻവേഴ്സുകളെ യോജിപ്പിക്കാനുള്ള ഫോർമുല, രണ്ട് കോസ് ഇൻവേഴ്സുകൾ. കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ ആണെങ്കിൽ എന്ത് വരും? കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇൻറ്റു വൈ ആണ്. ഇവിടെ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇവിടെ എക്സിന്റെ റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ, ഇവിടെ അങ്ങനെ എക്സ് ഇൻറ്റു വൈ ആണ് ആദ്യം. ഇനി പ്ലസ് ആണെങ്കിൽ മൈനസ് വരും. അത് അങ്ങനെ ട്രിഗണോമെട്രിയിൽ അങ്ങനെ പഠിച്ചു. കോസ് എ പ്ലസ് ബി കോസ് എ കോസ് ബി മൈനസ് ഓപ്പോസിറ്റ് സൈൻ അത് തന്നെയാണ്. കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ ആണെങ്കിൽ കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് വൈ മൈനസ് റൂട്ട് ഓഫ് ഒറ്റ റൂട്ടാണ് കേട്ടോ 1 മൈനസ് സ്ക്വയർ 1 മൈനസ് റൂട്ട് നീട്ടിയിടണം. കോസ് ഇൻവേഴ്സ് എക്സ് മൈനസ് കോസ് ഇൻവേഴ്സ് വൈ ആണെങ്കിലോ കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് വൈ പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ ഇതിന്റെ ഉപയോഗം പിടിയില്ലോ ഈ രണ്ട് ഫോർമുല. ഈ രണ്ട് ഫോർമുലകൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണില്ല, പക്ഷെ ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് എടുത്തിട്ടുണ്ട്, അത് ടെക്സ്റ്റ് ബുക്കിൽ കുറെ വലിയ ലെങ്തി പ്രോസസ്സാണ് വന്നിരിക്കുന്നത്. ഈ രണ്ട് ഫോർമുലകൾ പഠിച്ചാൽ എൻട്രൻസ് സാർക്ക് വളരെ ഉപകാരപ്പെടും, നമ്മുടെ പുസ്തകത്തിൽ പ്രോബ്ലം ചെയ്യാൻ വളരെയേറെ ഉപയോഗപ്പെടും. മനസ്സിലായാലോ? ഇത് പുസ്തകത്തിൽ ഇല്ലാത്ത ഫോർമുലയാണ് ഞാൻ അഡീഷൻ എടുക്കുന്നത്. എൻട്രൻസ് സാർ എങ്ങനെയാലും പഠിക്കുക, അല്ലാത്തവരും പഠിക്കുക പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയും ഇതിന്റെ പ്രൂഫ് വേണ്ട, പുസ്തകത്തിനകത്ത് ഇല്ലാത്ത പ്രൂഫ് നമുക്ക് വേണ്ട. ഇനി അടുത്തത് പ്രൂഫ് വേണമെങ്കിൽ ചെയ്യാം. എങ്ങനെയാണെന്നറിയോ? ടാൻ ഇൻവേഴ്സ് എക്സിന് എങ്ങനെയാ? ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സിന് എ എന്ന് കൊടുക്കുക, സൈൻ ഇൻവേഴ്സ് വൈക്ക് ബി എന്ന് കൊടുക്കുക, പിന്നെ സൈൻ എ പ്ലസ് ബിയുടെ ഫോർമുല സൈൻ എ കോസ് ബി പ്ലസ് അങ്ങനെ ചെയ്താൽ കിട്ടും. അതുപോലെ തന്നെ ഇനി അടുത്ത ഏഴാമത്തെ കിട്ടുന്നത് ഏഴാമത്തെ പ്രോപ്പർട്ടി. ഇത് പുസ്തകത്തിനകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ്, പ്രൂഫും പഠിക്കേണ്ടതാണ്. ഒന്നാമത്തത് കണ്ടത് 3 ഫംഗ്ഷൻസ് ആണ് ഇവിടെ. ഇടതുവശം നോക്കി 3 ഫംഗ്ഷൻസ്. സൈൻ ഇൻവേഴ്സ് ഓഫ് 2x by 1 plus x square, cos inverse of 1 minus x square by 1 plus x square, tan inverse of 2x by 1 minus x square. ഇത് രണ്ടും തെറ്റിപ്പോകരുത്. സൈൻ ഇൻവേഴ്സ് ആണ് 2x by 1 plus x square, tan inverse ആണ് 2x by 1 minus x square. വ്യത്യാസമുണ്ട്. cos inverse ആണ് 1 minus square by 1. ഇത് മൂന്നിന്റെയും വാല്യൂ ഒന്ന് തന്നെയാണ്. 2 tan inverse x തുല്യമാണ്. മതി ഈ 2 tan inverse x ആൻസർ ആയി വരുന്ന 3 ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ഏത്? അങ്ങനെയാണ് കാണാറുണ്ട്, അങ്ങനെയാണ് എളുപ്പമുണ്ട്. ഇതിന് മൂന്നിന്റെയും ആൻസർ എന്താ? 2 tan inverse. ഇത് കൂടുതൽ നമ്മള് ഡിഫറൻസിയേഷനകത്ത് വരുന്നുണ്ട്, ഒത്തിരി വരുന്നുണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഇപ്പോഴേ പഠിച്ചോളൂ. ഇതിനെ പ്രൂഫ് ഞാൻ ചെയ്യും, ഒരെണ്ണം മാത്രം പ്രൂവ് ചെയ്ത്, എല്ലാം ഒരേ പ്രൂഫ്, ഒറ്റ പ്രൂഫ് തന്നെയാണ്. ആദ്യത്തെ മാത്രം ചെയ്ത് കാണിക്കുക. മനസ്സിലായോ? ഇത് മൂന്നും 2 tan inverse തുല്യമാണ്. അപ്പം ഒന്നാമത്തത് പ്രൂവ് ചെയ്യാനായിട്ട് എങ്ങനെയാണെന്ന് ചെയ്ത സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അല്ലേ? സൈൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പ്രൂവ് ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. അപ്പൊ ഒന്നാമത് പ്രൂവ് ചെയ്യാനായിട്ട് എങ്ങനെ പുട്ട്
ഈ എക്സിനാ കൊടുക്കുന്നത്, അതിന്റെ ബ്രാക്കറ്റിലുള്ള 2x/1 + ഈ എക്സിന് ഏത് കൊടുത്താൽ നിങ്ങൾ +1 പഠിച്ച ഫോർമുല, അതാ ഞാൻ പറഞ്ഞത് +1 ഫോർമുല ട്രിഗണോമെട്രിയുടെ ഫോർമുല നന്നായിട്ട് അറിയാവുന്നവർക്ക് ഇതൊക്കെ പറ്റുള്ളൂ, പെട്ടെന്ന് കിട്ടും. അത് പഠിച്ചവർക്ക് വളരെ ഈസിയാണ്, അല്ലാത്തവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ചോദിച്ചു, ഇതിനോട് സാമ്യമുള്ള ഒരു ഫോർമുല നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ? 2 tan θ/1 + tan സ്ക്വയർ θ എന്നല്ലേ? എക്സിന് tan θ കൊടുത്താൽ കിട്ടുക അല്ലെ? എക്സിന് tan θ കൊടുത്താൽ ഈ മൂന്നിലും അങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് കൊടുത്താൽ എന്താ? 1 - tan സ്ക്വയർ θ/1 + tan സ്ക്വയർ θ. ഇതിനകത്താണ് 2 tan θ/1 - tan സ്ക്വയർ θ. അപ്പം കൂടുതൽ ഇനി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. എക്സിന് എന്ത് കൊടുക്കണം? tan θ എന്ന് കൊണ്ട് കൊടുത്തേക്കാം, അല്ലെ tan A എന്ന് കൊടുത്താലും മതി. ഉടനെ എന്ത് ചെയ്യണം ഞാൻ പഠിപ്പിച്ചത്? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഉടനെ തന്നെ ഇൻവേഴ്സ് ആക്കിക്കൊള്ളുക. അപ്പൊ എക്സിന് tan θ ആണെങ്കിൽ θ എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് എക്സ് അല്ലെ? tan ഇൻവേഴ്സ് x = θ തിരിച്ചെഴുതി. അതെപ്പോഴും അങ്ങനെയാ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഉടനെ റിവേഴ്സ് ആയിക്കൊള്ളുക. ഇനി therefore നമ്മൾ ഇനി ചോദ്യത്തിലേക്ക് വരാം കേട്ടോ. നമ്മൾ ചോദ്യത്തിലേക്ക് വരും. ഇതിന്റെ LHS ഇതിനോട് തുല്യമാണെന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് LHS ആയ sin ഇൻവേഴ്സ് 2x/1 + x² = രണ്ടാമതാണ് നിങ്ങൾ കണ്ടത്. മൂന്നിനും തുടക്കം തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇത് തന്നെയാണ്. ഏത് ചോദിച്ചാലും ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ചെയ്യുന്നത്, അപ്പൊ ആദ്യത്തിന്റെ LHS എടുത്തത്. രണ്ടാമത്തെ ചോദിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ എടുത്തത്, മൂന്നാമതാണ് മൂന്നാമത്തെ എടുത്തത്. ഇത് കഴിഞ്ഞിട്ട് എന്ത് കിട്ടും? ഇത് കൊടുത്താൽ sin ഇൻവേഴ്സ് ഓഫ് 2x tan θ 2 tan θ/1 - 1 + tan θയുടെ സ്ക്വയർ, അപ്പൊ tan സ്ക്വയർ θ എന്ന് കിട്ടും. ശരിയല്ലേ? ദാറ്റ് ഈസ് sin ഇൻവേഴ്സ് ഓഫ്, ഇതെന്തിനു തുല്യമാണെന്ന് പറഞ്ഞത്? 2 tan θ/1 + tan സ്ക്വയർ θ എന്ന് പറഞ്ഞത് sin 2θയുടെ ടാനിലുള്ള ഫോർമുല അല്ലേ? sin 2θയ്ക്ക് ടാനിലുള്ള ഫോർമുല. sin 2θയ്ക്ക് രണ്ടേ ഫോർമുലകളെ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. sin 2θയ്ക്ക് രണ്ട് ഫോർമുലകൾ ഏതൊക്കെയാ? 2 sin θ cos θ. ഞാൻ x θ പഠിപ്പിച്ചത് പ്ലസിന് കുഴപ്പമില്ല. ഇവിടെ ഞാൻ തീറ്റയില പറയുന്നത്. sin 2θയുടെ രണ്ട് ഫോർമുലകൾ ഏതൊക്കെയാ? 2 sin θ cos θ ആദ്യത്തെ, പിന്നെ അടുത്ത 2 tan θ/1 + tan സ്ക്വയർ θ ആണല്ലോ. അപ്പം ഇവിടെ sin ഇൻവേഴ്സ് sin 2θ എന്ന് എഴുതുന്നുണ്ട്. ഇതിന് പകരം sin 2. ഈ sin ഇൻവേഴ്സ് sin 2θ എന്ന് പറഞ്ഞാൽ എന്താ? 2θയുടെ അറ്റത്തുള്ള ഒരു ഇൻവേഴ്സുമായിട്ട് അതിനെ ട്രിഗണോമെട്രി അടുപ്പിച്ചാൽ അല്ലെ? ക്യാൻസൽ ആയി പോയി അറ്റത്തോടെ എഴുതിയാൽ മതി എന്നല്ലേ ഞാൻ പഠിപ്പിച്ചത്. ഏതാ? sin ഇൻവേഴ്സ് sin x = x. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവിടെ ആ കണ്ടീഷൻ അപ്പോൾ ജനം എങ്ങനെ എഴുതിയാൽ ഇപ്പം sin ഇൻവേഴ്സ് sin അടുപ്പിച്ച് വന്നത് ക്യാൻസൽ ആയി പോയിട്ട് 2θ കിട്ടുന്ന പറഞ്ഞാൽ 2 × തീറ്റയുടെ വാല്യൂ തിരിച്ചു കൊടുത്തത്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലേ? തീറ്റ എന്ന് പറയുന്നത് tan ഇൻവേഴ്സില്ലേ? പ്രൂവ് ചെയ്തില്ലേ? 2 tan ഇൻവേഴ്സ് ഇസ് പ്രൂവ്ഡ്. വളരെ എളുപ്പമല്ലേ എന്ന് നോക്കി. മിനിമം റിസൾട്ട് കാണാതെ പഠിക്കുക, പറ്റുന്നവർ ഇതിന്റെ പ്രൂഫ് പഠിക്കുക. ഇതിന്റെ രണ്ടിന്റെ പ്രൂഫ് സെയിം തന്നെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് നിങ്ങളാണ് ചെയ്തോളൂ കേട്ടോ. നിങ്ങളിവിടെ ഗ്യാപ്പ് 2, 3 നമ്പർ നിങ്ങൾ സ്വയം അവിടെ ചെയ്തോളൂ. അപ്പൊ ഒന്നുകൂടി പഠിച്ചു. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇപ്പോൾ ഞാനിവിടെ 7-8 ഫോർമുലകൾ തന്നു അല്ലെ? ഈ ഫോർമുലകൾ ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ്. അതുകൊണ്ട് തീർന്ന ചെറിയ ചാപ്റ്ററാണ് ഞാൻ പറഞ്ഞല്ലോ. ഇനി നമുക്ക് ആദ്യമേ എക്സർസൈസ് 2.1 കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അതിനുശേഷം 2.2 ആ രണ്ടേ എക്സർസൈസുകളേ ഉള്ളൂ. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിച്ചേ. ഫൈൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂസ് ഓഫ് ദി ഫോളോയിങ്. പ്രിൻസിപ്പൽ വാല്യൂ ഓർക്കുന്നില്ലേ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പ്രിൻസിപ്പൽ വാല്യൂസ് ഓഫ് ദി ഫോളോയിങ്. പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് പ്രിൻസിപ്പൽ ബ്രാഞ്ചിനുള്ളിൽ ഒരേ ഒരു വാല്യൂ കിട്ടുള്ളൂ അല്ലേ? അത് ഒരേ ഒരെണ്ണം കിട്ടുള്ളൂ ഞാൻ പറഞ്ഞു. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് മാത്രമേ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. അതിനുള്ളിലുള്ള വാല്യൂ കണ്ടുപിടിക്കണം. ഓരോന്നിന്റെയും കുറെ 10 ചോദ്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ 8 ചെയ്ത് കാണിക്കാം. 2 ഹോംവർക്ക് തരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ മാർക്കിനും ചോദിക്കുന്നതാണ്, എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. ഒന്നാമത് ചോദിക്കുന്നതാണ് sin ഇൻവേഴ്സ് -1/2 ആണ്. sin ഇൻവേഴ്സ് -1/2 പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാം. ഇത് ഇൻവേഴ്സ് ആണ്. sin ഇൻവേഴ്സ് -1/2 ഒരു ആംഗിൾ ആണല്ലേ? ഇൻവേഴ്സ് ആണ്. അപ്പം കിട്ടുന്ന ടോട്ടൽ ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു ആംഗിൾ ആയിരിക്കും. ആ ആംഗിൾ കിടക്കേണ്ട ബ്രാഞ്ച് ഏതാ? sin ഇൻവേഴ്സിന്റെ കാര്യത്തിൽ ഏറ്റവും ആദ്യം പഠിച്ചല്ലേ? ക്ലോസ്ഡ് ഇന്റർവൽ -π/2 +π/2. അപ്പൊ അതിനിടയിൽ ഒരു ആംഗിൾ കിട്ടാവുള്ള ആൻസർ. ഓർക്കണം, അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ക്ലോസ്ഡ് ഇന്റർവൽ -π/2 +π/2 എന്നുള്ള ബ്രാഞ്ചിൽ ഒരു ആംഗിൾ കിട്ടും. ആ ആംഗിൾ കണ്ടുപിടിക്കാൻ അതാണ് പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ചോദ്യം എടുത്തെഴുതാം നിങ്ങൾ. എഴുതി sin ഇൻവേഴ്സ് -1/2 എന്നുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടിയോട് സാമ്യമുണ്ടോ? ഞാൻ ഇത് കുറച്ചും പഠിപ്പിച്ചില്ല. 7-8 പ്രോപ്പർട്ടികൾ പഠിപ്പിച്ചില്ല. ഏറ്റവും ആദ്യം പഠിപ്പിച്ചതാണെന്ന് തോന്നുന്നു അല്ലേ? sin ഇൻവേഴ്സ് -x ന്റെ 6 പഠിപ്പിച്ചില്ലായിരുന്നോ? ഇത് ഏത് ആ രൂപത്തിലല്ലേ? sin ഇൻവേഴ്സ് -x രൂപത്തിൽ അല്ലേ? അപ്പൊ അകത്ത് മൈനസ് വരുവാണെങ്കിൽ ആദ്യമേ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് മാറ്റിക്കോണം. മൈനസ് ഉണ്ടെങ്കിൽ മാത്രമേ ചിന്തിച്ചാൽ മതി. പ്ലസ് ആണെങ്കിൽ കുഴപ്പമൊന്നും നേരെ കണ്ടിരുന്നാണ്. അകത്ത് മൈനസ് ഉണ്ടെങ്കിൽ ആദ്യത്തെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മൾ അതിനൊന്ന് മാറ്റിയെടുക്കണം. അപ്പൊ sin ഇൻവേഴ്സിന്റെ കാര്യത്തിൽ എന്താന്ന് പറയുന്നത്? മൈനസ് വെളിയിൽ എടുക്കാം അല്ലേ? അപ്പൊ എന്തെഴുതാം? -sin ഇൻവേഴ്സ് 1/2 എന്ന് എഴുതി.
കാരണം വേണമെങ്കിൽ എഴുതാം. കാരണം എന്താണ്? സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സിന് തുല്യമാണ്. കാരണം സൈഡിൽ എഴുതി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് അതുപോലെ കിടക്കുന്നത്, മൈനസ് അതുപോലെ കിടന്നോട്ടെ. ഇനി സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറയുന്നത് എത്രയാ എന്ന് പറയുന്നത് ഞാൻ പ്ലസ് 1 പഠിപ്പിച്ചല്ലേ. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസിന്റെ ഇടയിൽ ആംഗിൾ കാണാൻ നേരത്തെ പഠിപ്പിച്ചതാണ്. കോംപ്ലക്സ് നമ്പേഴ്സിനകത്ത് പോളാർ ഫോം എഴുതാൻ നേരത്തെ നമ്മൾ പഠിച്ചതാണ്. എന്താണെന്ന് പറയുന്നത്? സൈൻ തീറ്റ 1/2 ആവുന്ന അനേകം ആംഗിൾസിൽ ഏറ്റവും ചെറിയ ആംഗിൾ അല്ലെ, അവിടെ നമ്മൾ കൂടുതൽ ടാൻ ഇൻവേഴ്സ് ആയിരുന്നു പ്ലസ് 1 പഠിച്ചത്. എന്തായിരിക്കും സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ 1/2 കിട്ടുന്ന അനേകം ആംഗിൾസ് ഉണ്ട്. അതിൽ ഏറ്റവും ലീസ്റ്റ് ന്യൂമറിക്കലി ലീസ്റ്റ് എന്ന് പറയുന്നത്, ന്യൂമറിക്കലി ലീസ്റ്റ് എന്ന് ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത്. ഏതായിരിക്കും പറയാമോ? ഏതിനാ? 10ാം ക്ലാസ് പഠിച്ചിരുന്ന ആംഗിൾ ഓർത്താൽ മതി. ഏതാ? 30 ഡിഗ്രി അല്ലേ? സൈൻ 30 അല്ലേ 1/2? ഏറ്റവും ചെറിയ ഒത്തിരി ആംഗിൾസ് ഉണ്ട്, അതിൽ ഏറ്റവും ചെറുതാണ് 30 ഡിഗ്രി. പക്ഷെ നമ്മൾ വേണമെങ്കിൽ സംശയമുള്ളവർ വേണമെങ്കിൽ അതിന്റെ ഡിഗ്രിയിൽ എടുക്കാം. എന്നിട്ട് നമുക്ക് റേഡിയനിലേക്ക് മാറ്റാം. -π/6 ഉണ്ടോ? മൈനസ് അതുപോലെ 30 ഡിഗ്രി നേരെ റേഡിയൻ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ ആദ്യം ഡിഗ്രിയിൽ എഴുതിയിട്ട് അതിനെ റേഡിയനായിട്ട് കണ്ടിട്ടാ. നമ്മുടെ ആൻസർ സാധാരണ റേഡിയനിലാണ് എഴുതാറുള്ളൂ. ഇതിന്റെ പ്രിൻസിപ്പൾ ഒരു കിട്ടി -π/6. ഇത് ശരിക്കും ഏതിനുള്ളിലാണ്? നമ്മുടെ സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആയ -π/2 +π/2 ഇടയിലല്ലേ ഈ -30 എന്ന് പറയുന്നത്? അതല്ലോ, അത് എഴുതണമെന്നില്ല, അവിടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതാണ് അന്ന് പഠിക്കണം ഞാൻ പറഞ്ഞത്. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എല്ലാത്തിനും കാണാതെ പഠിച്ചോണം. കാരണം ഇങ്ങനെ കിട്ടുന്ന പ്രിൻസിപ്പൽ വാല്യൂ അതിനുള്ളിലാണോ എന്ന് നോക്കിയിരിക്കണം. അടുത്തത് നോക്കി, കോസ് ഇൻവേഴ്സ് 3√3/. ഇത് വളരെ എളുപ്പമാണ് ഇതിനേക്കാൾ. കാരണം ഇതിനകത്ത് ഓൾറെഡി പോസിറ്റീവ് തന്നെ അല്ലേ. കോസ് ഇൻവേഴ്സ് √3/2 എന്ന് പറഞ്ഞാൽ നേരെ അങ്ങോട്ട് നോക്കിയാൽ മതി. കോസ് തീറ്റ √3/2 കിട്ടുന്ന അനേകം ആംഗിൾസ് ഏറ്റവും ചെറുത് പറഞ്ഞോളൂ. ഇവിടെ മൈനസ് ഉണ്ടായിരുന്നു, മൈനസ് നമ്മൾ ഈ പ്രോപ്പർട്ടി വെച്ച് മാറ്റി. എന്നിട്ട് പിന്നെ നമ്മൾ ചിന്തിച്ചു ഇവിടെ കോസ് ഇൻവേഴ്സ് √3/2 ഓൾറെഡി പോസിറ്റീവ് ആണ്. ഇപ്പൊ കോസ് തീറ്റ √3/2 കിട്ടുന്ന അനേകം ആംഗിൾസിൽ ലീസ്റ്റ് വാല്യൂ ഏതാ? കോസ് 30 തന്നെയല്ലേ? കോസ് 30 അല്ലേ? അപ്പൊ എന്താ നമുക്ക് ആദ്യം ഡിഗ്രി 30 ഡിഗ്രി അല്ലെങ്കിൽ π/600. കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതാ? 0 π എന്ന അത് എഴുതണമെന്നില്ല, കാണിച്ചതേ ഉള്ളൂ. കിട്ടുന്ന വാല്യൂ അതിനുള്ളിൽ ആയിരിക്കണം എപ്പോഴും. അടുത്തത് 3 കൊസീക് ഇൻവേഴ്സ് 2 ഇതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ. ഇതും എളുപ്പമാണ്. ഇതുപോലെ പോസിറ്റീവ് വാല്യൂ കൊസീക് ഇൻവേഴ്സ് 2 എന്ന് പറയുന്നത് കൊസീക് തീറ്റ 2 കിട്ടുന്ന അനേകം ആംഗിൾസിൽ ഏറ്റവും ചെറുത്. കൊസീക് തീറ്റ 2 കിട്ടുന്നതാ. അത് അറിയാൻ പറ്റില്ല, സൈനുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കണം കേട്ടോ. കൊസീക് തീറ്റ സൈൻ 30 1/2. അപ്പൊ കൊസീക്ക് 30 എന്നുള്ള 2. കൊസീക്ക് 30 2 ആ. അപ്പൊ കൊസീക് ഇൻവേഴ്സ് 2 എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി തന്നെയാണ് അല്ലേ? ദാറ്റ് ഈസ് ഓൾസോ π/6. നോക്കിക്കോളൂ, അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആയിരിക്കും. അടുത്തത് ടാൻ ഇൻവേഴ്സ് -√3. ടാൻ ഇൻവേഴ്സ് -√3 ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം? ഇതിനകത്ത് നെഗറ്റീവ് പ്രശ്നം വരുന്നുണ്ടോ? നെഗറ്റീവ് പ്രശ്നം വരുന്നുണ്ടോ? അപ്പൊ ആദ്യമേ നമ്മൾ പ്രോപ്പർട്ടി വെച്ച് ടാൻ ഇൻവേഴ്സ് -x ഏതിന് തുല്യമാണ്? ടാൻ ഇൻവേഴ്സ് √3 എന്നുള്ള ഏത് ഫോർമുലയാണ്? കാരണം ടാൻ ഇൻവേഴ്സ് -x എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സിന് തുല്യമാണെന്ന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ടാൻ ഇൻവേഴ്സ് -√3 നമ്മള് ടാൻ ഇൻവേഴ്സ് √3 ഇനി നമ്മളിപ്പോ ചെയ്ത പോലെ മൈനസ് അതുപോലെ എടുക്കട്ടെ. ടാൻ ഇൻവേഴ്സ് √3 ടാൻ തീറ്റ √3 കിട്ടുന്ന അനേകം ആംഗിൾസിൽ ഏറ്റവും ചെറുത്. അതാ ട്രിഗണോമെട്രി പഠിപ്പിച്ച ടേബിളൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. അത് അറിയാത്തവർക്ക് പറ്റില്ല. ഏതാ? ടാൻ 60 അല്ലേ? ടാൻ 30 1/√3. ടാൻ ഇൻവേഴ്സ് √3 ആണ്. അപ്പൊ എത്രയാണ്? ടാൻ 60 ആണ് √3. അപ്പൊ ടാൻ ഇൻവേഴ്സ് 60 ആണ്. ടാൻ ഇൻവേഴ്സ് √3 എന്നത് 60 ഡിഗ്രി ആണ്. 60 ഡിഗ്രി ആണ് കേട്ടോ. ഇല്ലെങ്കിൽ ആ പ്ലസ് 1 ടേബിൾ വെച്ച് നോക്കിയോളാം. അപ്പൊ അതിനെ റേഡിയൻ ആക്കുമ്പോൾ -π/3 എന്ന് കിട്ടും അല്ലെ? -π/3. ഇതാണ് മനസ്സിലായ എല്ലാവർക്കും. അടുത്തത് കോസ് ഇൻവേഴ്സ് -1/2 ആണ് കേട്ടോ. കോസ് ഇൻവേഴ്സ് -1/2. ഇവിടെ മൈനസിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ പ്രോപ്പർട്ടി ആലോചിച്ച് നോക്കി. ഏറ്റവും ആദ്യം പഠിച്ച പ്രോപ്പർട്ടി പഠിച്ചവർക്കേ പറ്റുള്ളൂ. കോസ് ഇൻവേഴ്സ് -x എന്താണ്? π - കോസ് ഇൻവേഴ്സ് 6. അപ്പൊ ഇത് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഇക്വൽ ടു π - കോസ് ഇൻവേഴ്സ് 1/2 എന്ന് എഴുതാം. ഏത് പ്രോപ്പർട്ടിയാണ് ഇവിടെ എഴുതിയേക്കാം? കോസ് ഇൻവേഴ്സ് -x എന്ന് പറയുന്നത് π - കോസ് ഇൻവേഴ്സ് x ന് തുല്യമാണ്. എനിക്ക് പ്രോപ്പർട്ടി അറിയാവുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു π അതുപോലെ പറഞ്ഞോട്ടെ കോസ് ഇൻവേഴ്സ് 1/2 ഇതുപോലെ കോസ് തീറ്റ 1/2 കിട്ടുന്ന അനേകം ആംഗിൾസ് ഏറ്റവും ചെറുത് കോസ് 60 അല്ലേ? കോസ് ഇൻവേഴ്സ് 1/2 60 ഡിഗ്രി അല്ലേ? 60 ഡിഗ്രി എഴുതാൻ നമുക്ക് വീണ്ടും റേഡിയൻ ആക്കുമ്പോൾ π/3 കേട്ടോ. അങ്ങനെ എഴുതാം. നേരെ എഴുതാൻ അറിയാവുന്ന റേഡിയൻ എഴുതി കേട്ടോ. ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് അതിനാ ഡിഗ്രിയിൽ എഴുതി കാണിച്ചത്. ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ 3π - π ഹോൾ ഡിവൈഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/3 എന്ന് കിട്ടാൻ കേട്ടോ. തീർന്നു. 2π/3 ഡിഗ്രി ചിന്തിക്കുവാണെങ്കിലോ 2 × 60 π/3 എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി കിട്ടും.
കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലെ 0 to π ആണല്ലോ. അപ്പൊ അതിനിടയിൽ വരുന്നതാണ് 120 ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി അടുത്ത ടാൻ ഇൻവേഴ്സ് മൈനസ് പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ചെയ്ത് നെഗറ്റീവ് ഉണ്ടല്ലേ, അപ്പം മൈനസ് നേരത്തെ ചെയ്താണല്ലോ ഇതുപോലെ മൈനസ് ടാൻ ഇൻവേഴ്സ് 1 ദാറ്റ് ഈസ് മൈനസ് ടാൻ ഇൻവേഴ്സ് 1 കിട്ടുന്ന അനേകം മൈനസ് 45 ഡിഗ്രി അല്ലേ, ടാൻ 45 ആണല്ലോ, പ്ലസ് 1 പഠിച്ചതാ ഉള്ളത്. ദാറ്റ് ഈസ് മൈനസ് 45 ഡിഗ്രി, ദാറ്റ് ഈസ് ഇക്വൽ ടു മൈനസ് 5/4. ഇനി സീക്ക് ഇൻവേഴ്സ് 2/√3 പെട്ടെന്ന് പറയാം, നെഗറ്റീവ് ഇല്ല. സീക്ക് തീറ്റ 2/√3 കിട്ടുന്ന അനേകം മൈനസ് ഏറ്റവും ചെറുത്. സീക്ക് തീറ്റ നേരിട്ട് അറിയില്ലെങ്കിൽ കോസുമായിട്ട് താരതമ്യം ചെയ്ത് പഠിക്കാം. ഏതാണ് കോസ് 30√3 വരും. അപ്പൊ സീക്ക് 30 എന്ന് പറയുന്നത് 2/√3 ആണ് അല്ലേ, സീക്ക് 30 ആണ്. അപ്പൊ ഇതിനും 30 ഡിഗ്രി കിട്ടും, അല്ലെങ്കിൽ 5/6 കിട്ടും. അടുത്തത് കോട്ട് ഇൻവേഴ്സ് √3, ഇതും പെട്ടെന്ന് പറയാം, പോസിറ്റീവ് ആണ്. കോട്ട് തീറ്റ √3 കിട്ടുന്ന അനേകം ആംഗിൾസ് ഏറ്റവും ചെയ്ത് കോട്ടിന്റെ ഏതിനാ √3 കിട്ടുന്നത്, കോട്ട് 30 അല്ലേ, അതെ, ടാൻ 30 1/√3 കോട്ട് 30 അപ്പം കോട്ട് ഇൻവേഴ്സ് √3 30 ഡിഗ്രി തന്നെയാണ് അല്ലേ, കുടുംബമാണ്, ശരിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ കോട്ട് 30 അല്ലേ, കോട്ട് 30 ആലോചിച്ച് കോട്ട് 30 എന്നുള്ളത് √3 ശരി, കോട്ട് ശരിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/6. 11 ശ്രദ്ധിച്ചേ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദി ഫോളോയിങ് ഉണ്ടാകും. ഇനിയുള്ള 2-3 വിലകൾ കണ്ടുപിടിക്കും, ടോട്ടൽ വില കണ്ടുപിടിക്കാൻ പറയും. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദി ഫോളോയിങ് ഉണ്ട് കേട്ടോ. അതിൽ 11ാമത്തെ ചോദ്യം ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് -1. ഇതിന്റെ ടോട്ടൽ ഇത് മൂന്ന് ആംഗിൾസ് ആണല്ലോ. ഇൻവേഴ്സിന്റെ വാല്യൂ എന്നുള്ള ഒരു ആംഗിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇത് മൂന്ന് ആംഗിൾ എല്ലാവരും കൂട്ടിയാൽ കിട്ടുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 2 തരത്തിൽ ചെയ്യാം. ഒന്നുകിൽ നമ്മളിപ്പോൾ പഠിച്ചതുപോലെ ഓരോന്നിന്റെയും പ്രിൻസിപ്പൽ വാല്യൂ കണ്ടിട്ട് കൂട്ടിയാൽ മതിയാവും. ഓരോന്നിന്റെയും പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കും. ഞാൻ നിങ്ങൾ കാണിക്കാം ആദ്യമേ അങ്ങനെ. അപ്പൊ ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മൾ പഠിച്ചതുപോലെ തന്നെ എന്താണ് ഇപ്പൊ പഠിച്ചതിന്റെ ആവർത്തനമാണ്. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ എത്രയാണ്, 45 ഡിഗ്രി അല്ലേ, 5/4. നേരെ എഴുതോട്ടെ, 45 ഡിഗ്രി അല്ലേ, 5/4. ഇനി അടുത്തത് കോസ് ഇൻവേഴ്സ് -1/2. ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഞാൻ പഠിപ്പിച്ച മൈനസ് 5 എഴുതാം, 5 കോസ് ഇൻവേഴ്സ് 1/2 തുല്യമാണ് അല്ലേ. കോസ് ഇൻവേഴ്സ് -6 5 സെയിം, ഒട്ടും വ്യത്യാസമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/3 അല്ലേ, കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറയുമ്പോൾ കോസ് 60 അല്ലേ, അപ്പൊ 60 ഇതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3π - ദാറ്റ് ഈസ് 2π/3. കിടപ്പുണ്ടോ നോക്കിക്കോളൂ, 2π/3. ഇനി അടുത്തതോ സൈൻ ഇൻവേഴ്സ് -1/2. ഇവിടെ മൈനസിന്റെ പ്രശ്നമുണ്ട്, അപ്പൊ മൈനസ് വെളിയിലെടുക്കാം. മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2 ദാറ്റ് ഈസ് ഈക്വൽ മൈനസ് സൈൻ ഇൻവേഴ്സ് 30 ഡിഗ്രി, സൈൻ 30 അല്ലേ, അപ്പം സൈൻ ഇൻവേഴ്സ് -30 ഡിഗ്രി അല്ലെങ്കിൽ -5/6. ഇതിന്റെ മൂന്നിനെ പ്രിൻസിപ്പൽ വാല്യൂ കിട്ടിയേ. അതുകൊണ്ട് നമ്മുടെ ചോദ്യം എഴുതണം കേട്ടോ, ഞാൻ എഴുതുന്നില്ല, ക്വസ്റ്റ്യൻ മൊത്തം എഴുതണം. ഈസ് ഈക്വൽ ടു ആദ്യത്തെ വാല്യൂ എത്രയാ, 5/4 പ്ലസ് 2π/3 പ്ലസ് -5/6. ഇത് ഫിസിക്സ് കൂട്ടാൻ അറിയാവുന്നവർക്ക് വളരെ എളുപ്പമാണ്. മൂന്നും ഒരുമിച്ച് കൂട്ടാൻ അറിയാവുന്നവർ അങ്ങനെ ചെയ്യുക. അല്ലാത്തവർ എന്ത് ചെയ്യണം, 2 കൂട്ടി, നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ച് 2 വെച്ച് കൂട്ടിയിട്ടാന്ന് തോന്നുന്നു അല്ലെ, എങ്ങനെയെങ്കിലും പഠിച്ചു. അപ്പൊ ആദ്യമേ നമുക്ക് 2 കൂട്ടാം, കൂട്ടിയാൽ കിട്ടാം. നിങ്ങൾ പഠിച്ച രീതിയിൽ നിങ്ങൾ പഠിക്കുന്ന 2 ഒരുമിച്ച് കൂട്ടാനായിട്ട്. ഞാനാണ് 3 ഒരുമിച്ച് കൂട്ടുന്ന പഠിപ്പിക്കും. അങ്ങനെ നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ട് 2 ഒരുമിച്ച് കൂട്ടാം. പറഞ്ഞു 2 കൂട്ടിയാൽ കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3π പ്ലസ് 2 8π അല്ലേ, 12 വരെ കിട്ടും, ശരിയല്ലേ. 3π ഇത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ 8π/4 മൈനസ് പ്ലസ് -5/6 എഴുതാം. അപ്പൊ എത്രയാ, 11 11π/12 -5/6. ഇതിന് വീണ്ടും എങ്ങനെ എഴുതാം, 12/6 അങ്ങനെയാണെന്നാണ് നിങ്ങളെ പഠിപ്പിച്ചത് അല്ലെ. അല്ലെങ്കിൽ LCM 12 6 12 എഴുതാം. ഇനി അതല്ലെങ്കിൽ ചിലര് ഇങ്ങനെ ഗുണിച്ചാ എഴുതാം. എത്രയാ, 72 അങ്ങനെയൊക്കെയാന്ന് തോന്നുന്നു അല്ലെ. നിങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചത് നോക്കുക. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ 66π -12π. അപ്പൊ 66 12 പോയി പിന്നെ 54 അല്ലേ, 54π/72. അതിന് വെട്ടിക്കുറച്ച് എഴുതാം. എത്രയാന്ന് വെച്ചാൽ വെട്ടിക്കുറച്ച് എഴുതാം. എനിക്ക് 3 കൊണ്ട് 9 കൊണ്ട് വെട്ടാൻ തോന്നുന്നു അല്ലേ. 6π/8 9 ആദ്യം 6 9 കൊണ്ട് വെട്ടുക. 6 × 9 54 അല്ലേ. അപ്പൊ 6π/8 × 9 അല്ലേ. വീണ്ടും വെട്ടാലോ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കൊണ്ട് വെട്ടാലേ. അപ്പൊ 3π/4 3π/4 ഫൈനൽ ആൻസർ കിട്ടും. നിങ്ങൾക്ക് അറിയാവുന്നവരെ പഠിച്ചോളൂ. നേരെ ഇത്രയും ബുദ്ധിമുട്ടായത് ഞാൻ നേരിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ട് ഇതുപോലെ ചെയ്തോ. 3π/4 ഫൈനൽ ആൻസർ കിട്ടും. ഇതൊരു മെത്തേഡ്, ഇങ്ങനെ ചെയ്യാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെത്തേഡ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, വേറൊരു മെത്തേഡ് നിങ്ങൾ തന്നെ മനസ്സിൽ നിന്ന് ഓർത്ത് നോക്കിയേ. ഇതിന്റെ ടോട്ടൽ വാല്യൂ ഇത് നോക്കി, ഇതൊരു പ്രോപ്പർട്ടി ആയിട്ട് സാമ്യം 2 കൂടി ചേർന്നാൽ ഇതിന്റെ വാല്യൂ ഇതുപോലെ എഴുതണം. 5 ഇത് 2 കൂടി ചേർന്നാലും കിട്ടുന്നത് ടോട്ടൽ വാല്യൂ.
ഇത് ഏത് രൂപത്തിലാണ്? കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ്, അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് രൂപത്തിലല്ലേ? അപ്പൊ ഇതിന്റെ ടോട്ടൽ വാല്യൂ എന്തായിരിക്കും? 5/8 എന്നൊരു പ്രോപ്പർട്ടി എഴുതുന്നുണ്ടോ? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് സെയിം എക്സ് തന്നെയാണ്. ആണെങ്കിൽ ടോട്ടൽ വാല്യൂ 5/8 90 ഡിഗ്രി റിസൾട്ട് ഉണ്ട്. അപ്പൊ ഇതിന് വേണമെങ്കിൽ ടോട്ടൽ കൊടുക്കാം 5/8 കൊടുക്കാം. ഇതിന്റെ വാല്യൂ 5/4. അപ്പൊ 5/4 പ്ലസ് 5/8 എന്തായാലും എന്ത് കിട്ടും? 3/4 കിട്ടും. മനസ്സിലായവർ അങ്ങനെ ചെയ്തോളൂ, കുറെ കൂടി എളുപ്പമാണ്. ഇനി ചോദ്യം 12 ഹോംവർക്ക് തരുന്നതാണ്. ഇതുപോലെ ഞാനിപ്പോ ചെയ്ത പോലെ തന്നെ വളരെ സിമ്പിൾ. പ്രിൻസിപ്പൽ വാല്യൂ ഉണ്ട്, ഇത് വെറുതെ കൊടുത്താൽ മതി കേട്ടോ, ചെയ്താൽ മതി. വളരെ എളുപ്പമാണ്. ചോദ്യം 13 എളുപ്പമാണ്, ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി പഠിപ്പിച്ച തിയറി പഠിപ്പിച്ച കാര്യം തന്നെയാണ്. ഈ സൈൻ ഇൻവേഴ്സ് എക്സ് ഒരു വൈ, സൈൻ ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂ വൈ ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്താണ്? 4 ഓപ്ഷൻസ് കൊടുക്കണം, പറയാമോ? വൈയുടെ വാല്യൂ അങ്ങനെ വൈയുടെ വാല്യൂ 4 ഓപ്ഷൻസ് ഏതാണ്? ഏതായിരിക്കും പറയാം? സൈൻ ഇൻവേഴ്സ് എക്സ് വൈ ആണെങ്കിൽ വൈയുടെ പ്രിൻസിപ്പൽ വാല്യൂ ഏതാ? ബ്രാഞ്ച് ഏതാ? -5/8 പ്ലസ് അപ്പൊ എന്തായിരിക്കും? -5/8 ടു +5. ഇങ്ങനെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട് കേട്ടോ. y ബിലോങ്സ് ടു ക്ലോസ് ഇന്റർവൽ -5/8 + 5 അല്ലേ? അങ്ങനെയല്ലേ? സൈൻ ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ക്ലോസ് ഇന്റർവൽ -5/8 + 5 അല്ലേ? അതിന് നമ്മൾ ഇനീക്വാളിറ്റി രൂപത്തിൽ എഴുതുന്നുണ്ട്. ക്ലോസ് ഇന്റർവൽ -5/8 പ്ലസ് ഉണ്ട്, രണ്ടും ഉൾപ്പെടെ. വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ -5/8 മുതൽ +5 വരെ ഉണ്ട്. ഇതിലുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ചോദ്യം 14 ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഇതുപോലെ തന്നെ ഉള്ള ഒരു വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. 2 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ പ്രിൻസിപ്പൽ വാല്യൂ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ ആ 4 ആൻസറുകളിൽ ഒരെണ്ണം കിട്ടും. അപ്പൊ ഇതോടുകൂടി ഈ വീഡിയോ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്നായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എനിക്ക് പറ്റുന്നതിന്റെ പരമാവധി ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, ആദ്യത്തെ എക്സസൈസിലെ എല്ലാ പ്രോബ്ലംസും കഴിഞ്ഞു. ഇനി 2-3 എക്സാമ്പിൾസ് നമ്മൾ ചെയ്തതിന്റെ ആവർത്തനം തന്നെയാണ്. അത് ഞാൻ നോട്ട്ബുക്കിൽ എഴുതി അയച്ചുള്ളൂ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.